Good morning, ma'am. Good morning, ma'am. Good morning. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് കുറച്ച് ആറ്റിറ്റ്യൂഡിന്റെ കാര്യം വരെയാണ് പറഞ്ഞു നിർത്തിയത്. നിങ്ങൾ വായിച്ചു നോക്കി പോകുന്നുണ്ടാവും അല്ലേ? അല്ലേ? എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഫീൽ ചെയ്തോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടായിരുന്നോ? ഇല്ല, കുഴപ്പമില്ല. ഫോളോ ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് അല്ലെ നമ്മളൊക്കെ കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് ഭാഗം കൂടി ഉണ്ട് അല്ലെ, നമുക്ക് അതിൻ്റെതായ ഇതിന്റെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുള്ള കുറച്ച് ഭാഗം കൂടി ഉണ്ട്. അപ്പൊ എന്താണ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷന്റെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഓരോരുത്തർക്കും അല്ലെ അത് ഫോം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് നമുക്കറിയാം ഒരു സാഹചര്യം അല്ലെ, ആ സാഹചര്യത്തിനോട് അനുകൂലമായിട്ട് ചിലപ്പോൾ ചില നടപാടുകൾ ഉണ്ടാവാം, ചിലർക്ക് ചില നടപാടുകൾ അല്ലെ, ആ ഒരു ആറ്റിറ്റ്യൂഡ് അവരുടെ മനോഭാവത്തിൽ ചിലപ്പോൾ ചില രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത്. അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു ആറ്റിറ്റ്യൂഡ് മാത്രമായിരിക്കും ആ ഒരു സാഹചര്യത്തോട് ഉണ്ടാവുക. അപ്പൊ എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളായിരിക്കും ഏതൊരു പ്രശ്നം ഉണ്ടാക്കുക എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ആൻഡ് ചേഞ്ച് അല്ലെ. ഇത് തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? അപ്പൊ നമുക്ക് മനസ്സിലായി അല്ലെ, ഒരു സാഹചര്യം വന്നത് കൊണ്ടാണ്. അപ്പോ അത് തന്നെയാണ് ഇവിടെ വരുന്നത്. അത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെ, ആറ്റിറ്റ്യൂഡ് മനോഭാവങ്ങൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഒരുപക്ഷെ അവിടെയുള്ള പീപ്പിൾ അല്ലെങ്കിൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഐഡിയകള് അതിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെ, ആ അനുഭവങ്ങളുടെ വെളിച്ചത്തില് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നമ്മുടെ അനുഭവം അല്ലെ അതുമായി ബന്ധപ്പെടുത്തി കണക്ട് ചെയ്യുമ്പോഴാണ് അവരുടെ മനോഭാവങ്ങൾക്ക് വ്യത്യസ്തത വരുന്നത് അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചു വരുന്നത്. എന്താണ് അവിടെയുള്ള ആളുകള് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് വിത്ത് ഐഡിയാസ്, അതിന്റെയൊക്കെ പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്താണ് നമ്മളത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും സമയത്ത് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടാണ് ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നത്, രൂപീകരണത്തിൽ വരുന്നത്. ഇൻഡിവിജ്വൽ ആറ്റിറ്റ്യൂഡ്സ് ഫോംസ് ഓവർ ടൈംസ് ആസ് എ റിസൾട്ട് of repeated personal experiences with the ideas, situations or people. ആ ഒരു സാഹചര്യത്തിന് അനുസൃതമായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഐഡിയ മുന്നിൽ കണ്ടുകൊണ്ട് അതിന്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലൊക്കെയാണ് നമ്മുടെ എന്താണ് ആറ്റിറ്റ്യൂഡ് മനോഭാവങ്ങൾ ഫോം ചെയ്യുന്നത്. then attitudes that are contextually specific and learned are a crucial way to understand individual behavior in organization. അപ്പൊ നമുക്കറിയാം അതല്ലേ സന്ദർഭോചിതമായിട്ടുള്ള ഒരു കാര്യം അല്ലെ, നമ്മളുടെ ആ അവസരം വന്നപ്പോൾ നമ്മളുടെ മൈൻഡിലേക്ക് അങ്ങനെ ഒരു മനോഭാവം വന്നു. അതാണ് ആ ഒരു വേർഡ് അവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. contextually specific and learned are a crucial way to understand individual behavior in an organization. ഒരു ഇപ്പൊ ഇൻ കേസ് നമ്മളൊരു സ്ഥാപനത്തിലാണ് എങ്കിൽ അല്ലെ, എപ്പോഴും നമ്മൾ പഠിക്കുന്നത് ഒരു ഓർഗനൈസേഷനെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് ആ ഒരു സന്ദർഭത്തിൽ നിർദ്ദിഷ്ടമായിട്ടുള്ള ആ ഒരു സമയത്തിൽ വരുന്ന നിർണായകമായിട്ടുള്ള ഒരു മനോഭാവം അല്ലെ, ആ ഒരു രീതിയിലാണ് അവിടെ ഉടലെടുക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ നമുക്കറിയാം ചില ആറ്റിറ്റ്യൂഡ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്, ചിലർക്ക് അല്ലെ ചില സമയത്ത് ചില രീതിയിലായിരിക്കും അല്ലെ. നിർണായകം ഒരു മാർഗമാണ് ആ ഒരു സന്ദർഭം എന്നുള്ളത്. അതായത് സന്ദർഭം എന്താണോ അത് ആ ഒരു സമയത്താണ് ഫീൽ ചെയ്യുന്നത്. ചിലർക്ക് ഞാൻ പറഞ്ഞു ചില മാറ്ററുകളൊന്നും അവരുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ടാവില്ല, അവരവരുടെ ഡ്യൂട്ടിയിലേക്ക് വ്യാപൃതമായിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ചിലരില് മനോഭാവങ്ങൾക്ക് വേരിയേഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് നോക്കാം. ആറ്റിറ്റ്യൂഡ് ക്യാൻ ഷിഫ്റ്റ് ഡ്യൂ ടു ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഫോർമേഷൻ അല്ലെ. നമ്മളിപ്പോ കൂടുതലായിട്ട് പറഞ്ഞു സന്ദർഭോചിതമായിട്ട് നിർദ്ദിഷ്ടമായിട്ടുള്ള ഒരു പഠിച്ച മനോഭാവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓർഗനൈസേഷൻ അല്ലെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതെന്ന് മനസ്സിലായി. ഞാൻ അടുത്തതായിട്ട് പറയുകയാണ് ഇനി ഇൻ കേസ് അല്ലെ അതേസമയം നമുക്ക് ഒരു മാനേജ്മെന്റ് ലെവലിലേക്ക് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യാം. അതായത് ഈ ഒരു ആശയം ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് നമ്മളിപ്പോ പഠിച്ചു വരുന്നതിൽ എപ്പോഴും അവിടെ മാനേജ്മെന്റ് അവിടെയുള്ള എംപ്ലോയീസിന്റെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കിയിട്ടാണ് അവരോട് അവലംബിക്കേണ്ടി വരുന്നത് അല്ലെ, അവരോട് പെരുമാറേണ്ടി വരുന്നത്. അതിനെ കുറിച്ചിട്ടാണ് മൊത്തമായിട്ട് നമ്മൾ ടാച്ച് ചെയ്ത് പോകുന്നത് അല്ലെ, പഠിച്ചു പോകുന്നത് ആണോ? ഓക്കെ, അപ്പൊ നമുക്കറിയാം പുതിയ വ്യക്തികളെ കുറിച്ചിട്ട് ഒരറിവുമില്ല എങ്കിൽ അവർക്ക് എന്തെങ്കിലും ആ വ്യക്തിയെ കുറിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. മാനേജ്മെന്റിനെ സംബന്ധിച്ച്
ആ വ്യക്തിയുമായിട്ട് ഇതുവരെ ഒരു ജോലിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. അപ്പൊ ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കുമോ? ഇല്ല. കാരണം അവരെ സംബന്ധിച്ച് വർക്കിലേക്ക് കൊണ്ടുവന്നിട്ടില്ല, അല്ലെ? അപ്പൊ അത് തന്നെയാണ് നമ്മൾ ആ ഒരു സന്ദർഭോചിതമായ ഒരു അവസരം അവർക്ക് കൊടുക്കണം. അപ്പൊ കൊടുക്കുമ്പോഴാണ് അവരെങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യുന്നത്, അവർക്ക് നന്നായിട്ട് തന്നെ ആ വർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവരുടെ പേഴ്സണാലിറ്റിയിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതാണ് അവിടെ അടുത്തതായിട്ട് വരുന്നത്. ആൻ ആറ്റിറ്റ്യൂഡ് ക്യാൻ ഷിഫ്റ്റ് ഡ്യൂ ടു ദ ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ ഇൻഫോർമേഷൻ. അതായത് പുതിയൊരു ഇൻഫോർമേഷനിലേക്ക്, പുതിയൊരു വിവരത്തിലേക്കാണ് അത് കൊണ്ടുവരുന്നത്. A manager may have a negative attitude about a new employee because of his lack of job related experience. In case അദ്ദേഹത്തിന് മാനേജറിന് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇംപ്രഷൻ ആണ് അദ്ദേഹത്തെ അവിടെയുള്ള ഒരു എംപ്ലോയിനെ കുറിച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ അവരുമായിട്ട് ഒരു ഇൻഫോർമേഷൻ നേടിയെടുക്കാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവസരം അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. ആഫ്റ്റർ വർക്കിംഗ് വിത്ത് ദ ന്യൂ പേഴ്സൺ ദ മാനേജർ may come to realize that he is actually very talented and sequentially may develop a more positive attitude towards him. In case അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു പോസിറ്റീവ് രീതിയിൽ ഓക്കെ അദ്ദേഹം ടാലന്റഡ് ആണ് എന്നുള്ള അസംഷനിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും എന്നുള്ളത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ അവസരങ്ങൾ ഫോം ചെയ്യണം. ആ ഫോം ചെയ്താൽ മാത്രം പോരാ, അവസരങ്ങൾ അവിടെയുള്ള എംപ്ലോയീസിന്റെ ഇടയിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഈ അവസരങ്ങളിൽ ഇവരെങ്ങനെയാണ് പെരുമാറണമെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് വിലയിരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത്. ക്ലിയർ ആയോ? ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ആൻഡ് ചേഞ്ച് ഓക്കെ ആണോ? ഓക്കെ. അതാണ് ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടത്. എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? ഒരു സന്ദർഭം അവിടെ ക്രിയേറ്റ് ചെയ്യുകയും വേണം, അതിലൂടെ അവർക്ക് അവസരങ്ങൾ കൊടുക്കണം, അതിൽ നിന്നാണ് വ്യക്തിയുടെ പേഴ്സണാലിറ്റി നമ്മൾ വിലയിരുത്തേണ്ടത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം വർക്ക് റിലേറ്റഡ് ആറ്റിറ്റ്യൂഡ്സ്. കിട്ടിയില്ലേ? ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ആൻഡ് ചേഞ്ച് ഓക്കെ അല്ലേ? നോട്ട് ചെയ്ത് പോകേണ്ടതുണ്ടോ? ജസ്റ്റ് വായിച്ച് നോക്കി എന്തെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പോവുക. അല്ല, ഫസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. Individuals' attitude form over time as a result of a repeated personal experience with the ideas, situations or people. അല്ലെ, ആറ്റിറ്റ്യൂഡ് എപ്പോഴും ഫോം ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അല്ലെ, ഒരു ഐഡിയാസ് അതിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ ഒരു എക്സ്പീരിയൻസ് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ആറ്റിറ്റ്യൂഡുകളെല്ലാം മനോഭാവങ്ങളെല്ലാം വരുന്നുള്ളൂ. ഓക്കെ, അത് രൂപം കൊള്ളുന്നുള്ളൂ. ആ ഒരു പോയിന്റ് റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട്. രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അതിൽ അധികം മറ്റൊന്നും കാണാറില്ല. എങ്കിലും പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യുക, എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന്. ഓക്കെ, സന്ദർഭങ്ങൾ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ആ സന്ദർഭങ്ങളിലൂടെ എംപ്ലോയീസിനെ വിലയിരുത്തുക. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ അവരെ കൊണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തള്ളിക്കളയേണ്ട പേഴ്സൺ ആണോ എന്ന് വിലയിരുത്തുക എന്നുള്ളത്. നെക്സ്റ്റ് അതിലേക്ക് പോകാം. അയച്ചു നോക്കിയോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഇൻഡിവിജ്വൽസ് ഇൻ ആൻ ഓർഗനൈസേഷൻ വർക്ക് റിലേറ്റഡ് ആറ്റിറ്റ്യൂഡ്. അതായത് നമ്മുടെ വർക്കുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മനോഭാവങ്ങളാണ്. അപ്പൊ നമ്മൾക്കറിയാം വർക്കുമായി ബന്ധപ്പെട്ട മനോഭാവങ്ങൾ വരാനായിട്ട് പല പല കാര്യങ്ങളുണ്ട് അല്ലെ. ചിലർക്ക് ബെനിഫിറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, ആ വർക്കിനോട് ഇച്ചിരി കൂടി സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോൾ സാലറി കൂട്ടി കൊടുക്കുമ്പോഴുണ്ടാവും. അങ്ങനെ വ്യത്യസ്ത നിലപാടുകൾ ഓരോ ജീവനക്കാരുടെ ഉള്ളിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ വർക്കുമായി ബന്ധപ്പെട്ടുള്ള മനോഭാവങ്ങൾ നോക്കുമ്പോൾ ഇൻഡിവിജ്വൽസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഹോൾഡ് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് വേരിയസ് മാറ്റേഴ്സ് അല്ലെ. വ്യത്യസ്ത തരത്തിലുള്ള മാറ്റേഴ്സുമായി ബന്ധപ്പെട്ടാണ് ഓരോ ഇൻഡിവിജ്വൽസ് ഓർഗനൈസേഷനിലെ വ്യത്യസ്ത അല്ലെ ആറ്റിറ്റ്യൂഡുകൾ മനോഭാവങ്ങൾ വരുന്നത് വ്യത്യസ്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അബൌട്ട് ദ സാലറി, പ്രൊമോഷൻ, then possibilities superior friendship benefit, food in the canteen, uniform, etc. നമുക്കറിയാം ചില മനോഭാവങ്ങൾ പോസിറ്റീവ് ആയിരിക്കും, ചില മനോഭാവങ്ങൾ അവർക്ക് ഒരു സ്ട്രെസ് ഉളവാക്കുന്നതായിരിക്കും അല്ലെ. ഇപ്പോ സുപ്പീരിയേഴ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നല്ല നല്ല കർക്കശമായിട്ടുള്ള സുപ്പീരിയേഴ്സ് ആണ്, മേലധികാരികളൊക്കെയാണ് എങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഓക്കെ. അതേമാതിരി തന്നെ കുറച്ച് നല്ല ബെനിഫിറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെ, നമ്മുടെ എന്തെങ്കിലും സാധാരണ വേജിനേക്കാളും അപ്പുറം എന്തെങ്കിലുമൊക്കെ ഇൻസെന്റീവ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കേജുകളൊക്കെ തരികയാണെങ്കിൽ
അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് ആയിട്ടുള്ള ഇംപ്രഷൻ ആയിരിക്കും? ഓർഗനൈസേഷനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള മനോഭാവങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒന്ന് ചിലപ്പോൾ വേണമെങ്കിൽ നെഗറ്റീവായിട്ട് വരാനുള്ള മനോഭാവ സാധ്യതയുണ്ട്. അത് വർക്കുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ വർക്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ, ചില ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുമ്പോൾ, അതായത് പെൻഷനോ അല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലുമൊക്കെ PF പോലെ തന്നെയുള്ള ഇൻസെന്റീവ്സുകൾ, എന്തെങ്കിലും ഗ്രാറ്റുവിറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ട്രാവലിംഗ് അലവൻസ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ഒക്കെ ആയിട്ട് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഓർഗനൈസേഷനോട് ഇച്ചിരിയും കൂടി വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് താല്പര്യം തോന്നും. അതോടൊപ്പം തന്നെ ചില സന്ദർഭങ്ങളിൽ എന്താണ് അവർക്ക് സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ഒരു ഉത്കണ്ഠ അവർക്ക് ഫീൽ ചെയ്യാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Then some important attitude are job satisfaction or dissatisfaction, organization commitment and job involvement. അപ്പൊ ചിലപ്പോഴൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ആ ഓർഗനൈസേഷനോട് തൃപ്തികരമായിട്ട് തന്നെ ജോലി ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യമുണ്ടാവും ഇല്ലേ, ഉണ്ടാവില്ലേ? സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ ബെനിഫിറ്റ്സുകളൊക്കെ കിട്ടും അല്ലെ. അപ്പോൾ ഡിസാറ്റിസ്ഫാക്ഷൻ, ചിലപ്പോഴൊക്കെ സ്ട്രെസ് ഒക്കെ വരുന്ന മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്ക് അവരോട് താല്പര്യം ഉണ്ടാവില്ല അല്ലെ, അങ്ങനെയുള്ളവരുണ്ട്. അതേമാതിരി തന്നെ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് അല്ലെ, അതില് എന്താണ് നമുക്കറിയാം ഇൻവോൾവ്മെന്റ് പോലെ തന്നെ കമ്മിറ്റ്മെന്റ്, നമ്മുടെ ബന്ധപ്പെടുക, അതായത് തീർച്ചയായിട്ടും നല്ലൊരു പ്രതിബദ്ധത ഉണ്ടാവുക അല്ലെ, ആ ഒരു ഓർഗനൈസേഷനോട് എങ്ങനെയെങ്കിലും വർക്ക് ചെയ്യണം എന്നുള്ളൊരു ത്വര അല്ലെ, ആ ഒരു സാധ്യത ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേമാതിരി തന്നെ പങ്കാളിയാവാനായിട്ടുള്ള സാധ്യതകളുമുണ്ട്. അതായത് ചിലപ്പോൾ എന്താണ് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആയിരിക്കും അവരുടെ മൈൻഡിൽ ഉണ്ടാവുക. ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡിസാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ഒരു മനോഭാവമായിരിക്കാം. ചിലപ്പോൾ എന്താണ് ഓർഗനൈസേഷനിലെ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ജോബ് ഇൻവോൾവ്മെന്റ് ആയിട്ട് ജോലിയോട് തന്നെ റിലേറ്റ് ചെയ്ത് പോകാൻ, അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ജസ്റ്റ് ആ പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്ത് വെക്കുക. സം ഇമ്പോർട്ടന്റ് ആറ്റിറ്റ്യൂഡ്സ് ആണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഡിസാറ്റിസ്ഫാക്ഷൻ, ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ആൻഡ് ജോബ് ഇൻവോൾവ്മെന്റ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ വർക്കുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കാര്യം വ്യക്തമായി, എന്താണ് ചിലത് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാം, ചില കാര്യങ്ങൾ കൊണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അതിലെ ഓരോ പോയിന്റ്സ് നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കി പോവാം. ഓക്കെ, അപ്പൊ ജോബ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഐഡിയ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് ഇച്ചിരി കൂടി അല്ലെ കാര്യം മനസ്സിലായി. എന്താണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെ, ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് അല്ലെ, ജോലിക്ക് പോകാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാക്കുന്ന ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജോബ് സാറ്റിസ്ഫാക്ഷനിൽ വരുന്നത്. കാരണം നമുക്കറിയാം ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടും ഇൻവോൾവ് ചെയ്യുന്നത് അല്ലെ. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ആൻ ആറ്റിറ്റ്യൂഡ് that indicate the degree to which a person feels pleased or content with their work. അതായത് അവർക്ക് ആ വർക്കില് എന്താണ് നല്ല ഒരു സന്തോഷത്തോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂചനകളാണ് ജോബ് സാറ്റിസ്ഫാക്ഷനിൽ വരുന്നത്. നമ്മൾ കണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ജോബ് സാറ്റിസ്ഫാക്ഷനിൽ അത്രയും നല്ലൊരു പോസിറ്റീവ് ഫീലിങ്സ് വരാൻ കാരണം എന്തുകൊണ്ടാ? എന്തെങ്കിലും കാര്യമുണ്ടോ അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ വരാനായിട്ടുള്ള കാര്യങ്ങൾക്ക്? എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നോ, ഡിസ്കസ് ചെയ്തപ്പോ? ഓക്കെ, റേഞ്ച് ബെനിഫിറ്റ്സ് ഒക്കെ അവർക്ക് കിട്ടും അല്ലെ. അപ്പൊ അതായത് അഡീഷണൽ ആയിട്ട് സാലറി മാത്രമല്ലാത്ത കുറച്ച് ബെനിഫിറ്റ്സും കൂടിയും അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് ഒരു സംതൃപ്തിയോട് കൂടിയിട്ട് ജോലി ചെയ്യാനായിട്ടുള്ള ആഗ്രഹം അവർക്ക് തോന്നുന്നത്. അതെ, നോക്കാം. എക്സ്റ്റെൻസീവ് റിസർച്ച് കണ്ടക്ടഡ് ഓൺ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഹാസ് ഇൻഡിക്കേറ്റഡ് that personal factors such as individual's needs and aspirations determine this attitude, along with the group and organization factors such as relationship with the co-workers and supervisors and working conditions, work policies and compensation. അതായത് ഇതിലെ രണ്ട് കാര്യങ്ങളാണ് എടുത്ത് പറയുന്നത്. അതായത് വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് പോലത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർ സംതൃപ്തരാകും അല്ലെ, ആ കാര്യങ്ങൾ കൊണ്ട് സംതൃപ്തരാകും. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. അവർക്ക് ഒരു സംതൃപ്തി കിട്ടും, കാരണം നമുക്ക് എക്സ്ട്രാ കുറച്ചും കൂടി ഇൻകംസ് അല്ലെങ്കിൽ എക്സ്ട്രാ നമുക്കൊരു സന്തോഷം ലഭിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അവിടെ നിന്ന് കിട്ടുന്നത്. അതേപോലെ തന്നെ എന്താണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതല്ലാതെ തന്നെ ഗ്രൂപ്പ് ആയിട്ടുള്ള അല്ലെ ഓർഗനൈസേഷനിൽ തന്നെ നമുക്ക് പങ്കാളിയാകാനായിട്ടുള്ള ഒരു അവസരം കൂടി കിട്ടുകയാണ്.
അങ്ങനെയുള്ള ഒരു അവസരം കിട്ടുമ്പോഴും ജോലി ചെയ്യാനായിട്ട് പോകാനായിട്ടൊക്കെ ഉള്ള ഒരു താല്പര്യം ഉണ്ടാവും ഇല്ലേ, ഉണ്ടാവില്ലേ? ഓക്കെ, നമുക്ക് സ്ട്രെസ് ഒന്നും ഇല്ല, നമ്മൾ ഹാപ്പി ആണെങ്കിൽ തീർച്ചയായിട്ടും ജോലിക്ക് പോകാനായിട്ട് തയ്യാറാവും. നമ്മൾ സാലറിയോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലും മോസ്റ്റ് ആയിട്ട് നമ്മൾ അതിനെ തൃപ്തിയോടുകൂടി സ്വീകരിക്കും അല്ലെ. അപ്പൊ അതിൽ പറയുന്ന സെക്കൻഡ് പോയിന്റ് നോക്കുക, അലോങ് വിത്ത് ഗ്രൂപ്പ് ആൻഡ് ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ്. മറ്റ് എന്താണ് ഗ്രൂപ്പായിട്ടുള്ള ഘടകങ്ങളും ഇതുമായി ബന്ധപ്പെട്ടതുണ്ട്. സജാസ് റിലേഷൻഷിപ്പ് വിത്ത് കോ വർക്കേഴ്സ് അല്ലെ, സഹപ്രവർത്തകരുമായിട്ട് നല്ലൊരു ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രഗിൾ അല്ലെ, അവിടെ സുപ്പീരിയേഴ്സ് അല്ലെ കോംപ്ലക്സ് ഒന്നുമില്ല, അവിടെ മേലാധികാരികളാണ് കീഴുദ്യോഗസ്ഥരാണെന്നുള്ള വേരിയേഷൻ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ നല്ല സഹവർത്തിത്വത്തോടുകൂടി വർക്ക് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളൊക്കെ അവിടെ പ്രദാനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വർക്ക് ചെയ്യാനായിട്ട് എല്ലാവർക്കും താല്പര്യമായിരിക്കും അല്ലെ. വർക്കിംഗ് കണ്ടീഷൻ, വർക്കിംഗ് പോളിസി ആൻഡ് കോമ്പൻസേഷൻ, അതേമാതിരി തന്നെ നയങ്ങളെല്ലാം അത് എന്താ പറയുന്നത്, നമുക്ക് അടിച്ചേൽപ്പിക്കുന്ന നയങ്ങളല്ലാതെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന നയങ്ങളൊക്കെയാണ് ഓർഗനൈസേഷൻ കൈക്കൊള്ളുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടേക്ക് വർക്ക് ചെയ്യാനായിട്ട് പോകാനായിട്ട് ആർക്കും ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല അല്ലെ. അപ്പൊ അത് തന്നെയാണ് ജോബ് സാറ്റിസ്ഫാക്ഷനിൽ എടുത്ത് പറയുന്നത്. അപ്പൊ ജോബ് സാറ്റിസ്ഫാക്ഷനിൽ 2 കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന് ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള നീഡ്സുകളെ അല്ലെ, അതുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സും, മറ്റൊന്ന് ക്ലിയർ ആയി പോകുന്നുണ്ടോ? ഓക്കെ, ഗ്രൂപ്പ് ഓക്കെ അല്ലേ. അപ്പൊ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ട്, ഒപ്പം എന്താണ് നമ്മുടെ ഗ്രൂപ്പായിട്ട് അല്ലെ അവിടെയുള്ള പ്രവർത്തകരോടൊപ്പം തന്നെ നല്ല സാറ്റിസ്ഫാക്ഷനോടുകൂടി ജോലി ചെയ്യാനുള്ള ഒരു അവസരങ്ങളും കൂടി അവർ പ്രദാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് അതുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് അല്ലെ നേരെ റിവേഴ്സ് ആയിരിക്കും എന്ത്, ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ അല്ലെ, ആയിരിക്കില്ലേ? ഓക്കെ, അപ്പൊ നോക്കാം. ഈ സാറ്റിസ്ഫൈഡ് എംപ്ലോയി ഓൾസോ ടെൻസ് ടു ബി absent, okay, absent less often, to make a positive contributions and to stay with the organization. Okay, പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ അല്ലെ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ അവിടെയുള്ള ജീവനക്കാര് എന്താണ് ആബ്സെന്റ് ആവാനൊക്കെ ആഗ്രഹിക്കുമോ? എപ്പോഴെപ്പോഴും എങ്ങനെയെങ്കിലും ലീവ് ചെയ്യുക ഇല്ല. കാരണം നമുക്കറിയാം അവരുടെ മൈൻഡില് പ്രശ്നമൊന്നും ഇല്ല, ജോലി ചെയ്യാനായിട്ട് ഭയങ്കര തൃപ്തിയാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ് അവർ ആബ്സെന്റ് ആവാനായിട്ടൊന്നും ആഗ്രഹിക്കില്ല. പോസിറ്റീവ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എപ്പോഴും എന്താണ് നന്നായിട്ട് തന്നെ അവരുടെ സംഭാവനകൾ ഓരോ എംപ്ലോയിയും എന്തൊക്കെയാണോ ആ ഓർഗനൈസേഷന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് മാക്സിമം തന്നെ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അവർ തയ്യാറാവും. ആൻഡ് ടു സ്റ്റേ വിത്ത് ദ ഓർഗനൈസേഷൻ, അവിടെ നിലനിന്ന് അല്ലെ അവരോടൊപ്പം തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കും. In the contrast, a dissatisfied employee may be the absent more often, may experience stress that disrupt to co-worker and may be continually looking for another job. അതായത് നമുക്കറിയാം ഇൻ കേസ് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ഏതൊരു ജോലിക്കാരനും എന്താണ് ഏതൊരു എംപ്ലോയി എന്താണ് ആബ്സെന്റ് ആവാനൊക്കെ ആയിട്ട് മനസ്സിൽ എപ്പോഴും എന്താണ് എങ്ങനെയെങ്കിലും ലീവ് കിട്ടിയാൽ മതി. പിന്നെ എന്താണ് എപ്പോഴും വർക്കേഴ്സിന്റെ ഇടയിലൊക്കെ ഡിസ്റ്റർബ് അല്ലേ, എപ്പോഴും എന്താണ് അവിടെ എന്തെങ്കിലുമൊക്കെ അവരുടെ മനോഭാവങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഉണ്ടാവും. അവരെപ്പോഴും ഒരേപോലെയുള്ള തീരുമാനങ്ങളിലേക്കൊന്നും സപ്പോർട്ട് ചെയ്യില്ല. ഒരു വിയോജിപ്പൊക്കെ എപ്പോഴും വർക്കേഴ്സിന്റെ ഇടയിലൊക്കെ ഒരു കലഹത്തിനൊക്കെയുള്ള സാധ്യതകളുണ്ട്. then എന്താണ് അത് മാത്രമല്ല ജോബ് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് അല്ലെ അവർ ആഗ്രഹിക്കില്ല. എപ്പോഴും വേറെ എവിടെയെങ്കിലും ജോലിക്ക് വേണ്ടി ശ്രമിക്കാനൊക്കെ ആയിരിക്കും എന്താണ് ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ശ്രമിക്കുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ പോയിന്റ്? ജസ്റ്റ് വായിച്ചു നോക്കാട്ടോ, എവിടെയെങ്കിലും ചിലർക്കൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. എനിവേ ആർക്കെങ്കിലും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റ് ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവുക. ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, അതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ് ഇത്. അതും കൂടി ഒന്ന് പറഞ്ഞ് നിർത്തിയിട്ട് നിങ്ങൾക്ക് വായിച്ചു പോകാൻ അവസരം തരാം. ഓർഗനൈസേഷൻ എലമെന്റ്സ് ദാറ്റ് ഇമ്പാക്ട് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻക്ലൂഡ് പേ പ്രൊമോഷൻ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ്. അപ്പൊ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് പോലെയുള്ള കാര്യങ്ങൾ അല്ലെ, അത് എന്താണ് നമുക്ക് സാധാരണയായിട്ടുള്ള ഒരു സാലറി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രൊമോഷൻ അല്ലെങ്കിൽ നയങ്ങൾ അല്ലെ, പോളിസി നയങ്ങളും പ്രൊസീജിയേഴ്സ് ഒക്കെ ഓർഗനൈസേഷന് അനുകൂലമായി, അതായത് അവിടെയുള്ള എംപ്ലോയീസിന് അനുകൂലമായിട്ടുള്ള നയങ്ങളും നടപടിക്രമങ്ങളൊക്കെ രൂപീകരിക്കുമ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുക്കുക അല്ലെ, സാലറി മാത്രം കൂട്ടി കൊടുക്കുന്ന ഒരു രീതി അല്ലാതെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള പ്രൊമോഷനോ അല്ലെങ്കിൽ ലീഡർഷിപ്പിന്റെ ഒക്കെ ഒരു അല്ലെ നമ്മളൊക്കെ അറിയാം അപ്രീസിയേഷൻ ഒക്കെ കിട്ടുമ്പോൾ എന്താണ് അവർക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്ഥാപനത്തിനോട് ഒരു പ്രത്യേക മമത ഉണ്ടാവും അല്ലെ. അപ്പൊ അവര് തീർച്ചയായിട്ടും എല്ലാ ദിവസവും തന്നെ ഡ്യൂട്ടിക്ക് പോകാനായിട്ടും അതില് അവരുടെ മാക്സിമം എഫേർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അവർ തയ്യാറാകും. എന്താണ് ഗ്രൂപ്പ് ഫാക്ടേഴ്സ് ഇൻവോൾവിംഗ് റിലേഷൻഷിപ്പ് വിത്ത് വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസർ ഓൾസോ ഇൻഫ്ലുവൻസ്
ജോബ് സാറ്റിസ്ഫാക്ഷൻ. അതായത് ഇതില് സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, അടുത്തത് എന്താ പറയുന്നത്, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവുമ്പോൾ ഒന്നിച്ച് നിന്നത് കൊണ്ട് തന്നെ എന്താണ് അവരെ സഹവർത്തിത്തോട് കൂടിയിട്ട് തന്നെ ജോലി ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുന്നു. then എന്താണ് അവിടെ ആരെങ്കിലൊക്കെ അല്ലെ ഇൻഫ്ലുവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രചോദനങ്ങളൊക്കെ നല്ല രീതിയിൽ സുപ്പീരിയേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതിനെ കൊണ്ട് പറ്റും അല്ലെ. അതേസമയം ചില സ്ഥാപനങ്ങളിലൊക്കെ പേടിച്ചായിരിക്കും അല്ലെ, സൂപ്പർവൈസേഴ്സിന് അല്ലെങ്കിൽ സുപ്പീരിയേഴ്സിനൊക്കെ പേടിച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതേസമയം ചില സ്ഥാപനങ്ങളൊക്കെ എന്താണ് സുപ്പീരിയേഴ്സ് ഒക്കെ നമ്മളെ ഫോഴ്സ് ചെയ്യും അല്ലെ, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രചോദനം നൽകുന്ന പേഴ്സൺസ് ഒക്കെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടൊക്കെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അങ്ങനെ ലക്ഷ്യം അല്ലെ, അങ്ങനെ വരുമ്പോൾ എന്താണ് ഇൻഡിവിജ്വൽസിന്റെ അവിടെയുള്ള എംപ്ലോയീസിന്റെ സ്വന്തം ലക്ഷ്യം നേടിയെടുക്കാനും സാധിക്കും. ഒപ്പം തന്നെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ എംപ്ലോയീസ് ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ജോബ് ക്യാൻ റിസൾട്ട് ഇൻ റെഡ്യൂസ്ഡ് എംപ്ലോയീസ് ടേൺ ഓവർ ആൻഡ് ഫെവർ അബ്സെൻസ് ആൻഡ് വൈസ് വേഴ്സ. ഓക്കെ, അതിന് വരുമ്പോൾ നമുക്കറിയാം നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അബ്സെൻസ് ഒന്നും കൂടാതെ തന്നെ അവർക്ക് വർക്ക് ചെയ്യാനായിട്ടും നല്ല രീതിയിൽ കമ്പനിയെ സംബന്ധിച്ച് മോർ പ്രൊഡക്ഷൻ ഒക്കെ അല്ലെ, നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഒക്കെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതേസമയം ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ റിവേഴ്സ് ആയിരിക്കും എഫക്ട് അല്ലെ. കാരണം നല്ല രീതിയിൽ അവർ സംതൃപ്തിയോടുകൂടി ജോലി ചെയ്യില്ല, അപ്പൊ ടേൺ ഓവർ ഒക്കെ കുറവായിരിക്കും. ഒപ്പം തന്നെ എന്താണ് ഇൻഡിവിജ്വൽസിന്റെ നീഡ്സും അല്ലെ അവരുടെ എംപ്ലോയീസിന്റെ ആവശ്യങ്ങളൊന്നും നിറവേറ്റി പോകാതെയാവും. ഓക്കെ, അപ്പൊ അവര് വേറെ സ്ഥാപനങ്ങളിലേക്കൊക്കെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആബ്സെന്റീസും കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കുക. ഓക്കെ അല്ലേ, നെക്സ്റ്റ് ഇതിലേക്ക് ഇപ്പൊ പോട്ടെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ആൻഡ് ഇൻവോൾവ്മെന്റ്. അപ്പൊ നമ്മൾ കണ്ടായിരുന്ന 4 പോയിന്റുകളാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മൾ കണ്ടായിരുന്നു എന്താണ് ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നുള്ളത്. ജോബ് സാറ്റിസ്ഫാക്ഷൻ കഴിഞ്ഞു, എന്താണ് ഡിസാറ്റിസ്ഫാക്ഷൻ കഴിഞ്ഞു, ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ആൻഡ് ഇൻവോൾവ്മെന്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ആൻഡ് ഇൻവോൾവ്മെന്റ്. ഓക്കെ, അപ്പൊ ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ആൻഡ് ഇൻവോൾവ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഓരോ സ്ഥാപനം അല്ലെ, ഏതൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അവിടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് വെച്ചാൽ എന്താണ് അവിടെ ഒരു അല്ലെ നമുക്കൊരു ഇടപെടാനൊക്കെ ആയിട്ടുള്ള ഒരു പ്രതിബദ്ധത അല്ലെ, അങ്ങനെയാണ് അതിന്റെ ഒരു മീനിങ് വരിക. അവിടെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത അല്ലെ, നമുക്കൊരു താതാത്മ്യം അല്ലെങ്കിൽ താല്പര്യം ഉണ്ടാവും അല്ലെ, ഒരു കമ്മിറ്റ്മെന്റ്. ആ ഒരു സ്ഥാപനത്തിനോട് നമുക്കൊരു താല്പര്യമുണ്ട്, നമുക്ക് എന്ത് വന്നാലും നമുക്ക് നമ്മുടെ മാക്സിമം എഫേർട്ട് അവിടെ കാഴ്ചവെക്കാനായിട്ടുള്ള ഒരു പ്രത്യേക താല്പര്യം. കാരണം അത് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ അല്ലെ, ശരിയല്ലേ? ആ ജോലിയോട് അല്ലെങ്കിൽ അവിടെയുള്ള മാനേജ്മെന്റിനോടൊക്കെ നല്ലൊരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് അങ്ങനെയുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ, ഒരു പ്രതിബദ്ധത ഉണ്ടാവുകയുള്ളൂ. അതേമാതിരി തന്നെ ഇൻവോൾവ്മെന്റ് എന്താണ് ഓർഗനൈസേഷന്റെ എല്ലാ കാര്യങ്ങളിലും ഒരു പങ്കാളിയാകും. അപ്പൊ അത് നമുക്ക് അറിയാം. അങ്ങനെയൊക്കെ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെയുള്ള എംപ്ലോയീസിനെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആക്കിയാൽ മാത്രമാണ് ഈ ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ എന്താണ് ഒരു താല്പര്യം അല്ലെ ഇൻവോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് അവർ എത്തിപ്പെടുകയുള്ളൂ. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ നമുക്ക് എടുത്ത് പറയാനുള്ളത്. 2 other key work related attitude are organization commitment and engagement. Then നോക്കാം, organization commitment refers to an individual's sense of identification with and loyalty to an organization. ഓക്കെ, അപ്പൊ നമ്മള് ഇതിൽ പറയുന്നത് എന്താണ്, ഓർഗനൈസേഷനെ സംബന്ധിച്ച് an employee ഇതിലെന്താ പറയുന്നത്, organization commitment refers to an individual's sense of identification with and loyalty to an organization അല്ലെ. നമ്മൾക്ക്
നല്ലൊരു പ്രതിബദ്ധത ഉണ്ടാവണമെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു വിശ്വസ്തത നമുക്ക് അവിടെ ഉണ്ടാവും അല്ലെ. തീർച്ചയായിട്ടും ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് റഫർ ചെയ്യുമ്പോൾ മനസ്സിലാക്കി എടുക്കേണ്ടത് എന്താണ്, അവിടെയുള്ള വ്യക്തിപരമായിട്ടുള്ള ആ ഒരു പ്രതിബദ്ധത അത് എങ്ങനെയായിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്, ആ ഓർഗനൈസേഷനോട് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രതിബദ്ധത. അതായത് നമുക്ക് കൃത്യമായിട്ടുള്ള എന്താണ് സാലറി കിട്ടും, അതോടൊപ്പം തന്നെ ഇൻസെന്റീവ്സ് അവരെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്ര ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. നമ്മളെ കൊണ്ട് വെറുതെ ജോലി ചെയ്യിപ്പിക്കുക മാത്രമല്ല അവർ ചെയ്യുന്നത് അല്ലെ. ആ ഒരു സ്ഥാപനം മാക്സിമം നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുകയല്ല ചെയ്യുന്നത്, റിട്ടേൺ നമുക്ക് ആവശ്യമായിട്ടുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളും എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ലോയൽറ്റി, ഒരു വിശ്വസ്തത അവിടെ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു കമ്മിറ്റ്മെന്റ് രൂപം കൊള്ളുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ ആ പോയിന്റ് ഒക്കെ നോട്ട് ചെയ്യാം, ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് റെഫേഴ്സ് to an individual's sense of identification with and loyalty to an organization. ചിലപ്പോഴൊക്കെ ഡാഷ് ഇട്ടിട്ട് തരും അല്ലെ. അപ്പൊ നമുക്ക് കമ്മിറ്റ്മെന്റ് ആണോ, ഇൻവോൾവ്മെന്റ് ആണോ, സാറ്റിസ്ഫാക്ഷൻ ആണോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. ലോയൽറ്റി, ആ വിശ്വസ്തത എന്നത് നമ്മൾ നേടിയെടുക്കണമെങ്കിൽ നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അന്തരീക്ഷം ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. Then involvement refers to one person's willingness to be a team member and to work beyond the usual standards of the job. അപ്പൊ നമ്മൾക്കറിയാം ഇൻവോൾവ്മെന്റ് ഉണ്ടാവുക എന്നുള്ളത്, പങ്കാളിത്തം ഉണ്ടാകുക എന്നുള്ളത് അല്ലെ. നമുക്ക് ഒരു പങ്കാളിയാകുക എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത, നമ്മൾ അവിടുത്തെ ഒരു മെമ്പറായിട്ട് തന്നെ അല്ലെ. നമ്മളിപ്പോ ഒരു മെമ്പർഷിപ്പ് ഏറ്റെടുക്കുകയാണ് അല്ലെ, ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് അവിടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ മെമ്പറായിട്ട് ഏറ്റെടുക്കുകയാണ്. ഇൻ കേസ് നമ്മളിങ്ങനെ മെമ്പറായിട്ട് ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ നമ്മുടെ വർക്ക് അല്ലെ, നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള നമ്മുടെ എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യും അല്ലെ, ആ സ്ഥാപനത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോഴെന്താണ്, മാക്സിമം നന്നായിട്ട് തന്നെ വർക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ്സ് അല്ലെ, നല്ല മാനദണ്ഡങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഓർഗനൈസേഷനെ സംബന്ധിച്ച് സാധ്യമാകും. ഓക്കെ, നന്നായിട്ട് തന്നെ ഇൻവോൾവ് ചെയ്താൽ മാത്രമാണ് ഇത്തരത്തിലുള്ള നല്ല സ്റ്റാൻഡേർഡിലേക്കൊക്കെ ഇൻവോൾവ് ചെയ്ത് അല്ലെ, നല്ല സ്റ്റാൻഡേർഡ് ഒക്കെ ഫിക്സ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഓർഗനൈസേഷനെ സഹായിക്കാനായിട്ട് സാധിക്കും. അതല്ല നമ്മളുടെ എന്താണ് പറയാ, അത്രയും നല്ല കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലാതെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മാക്സിമം എഫേർട്ട് അവിടെയുള്ള എംപ്ലോയീസ് മാക്സിമം എഫേർട്ട് കാഴ്ചവെക്കണമെന്നില്ല അല്ലെ. നല്ലൊരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു വിശ്വസ്തത ഉണ്ടെങ്കിലാണ് മാക്സിമം അവരുടെ ഓരോ എംപ്ലോയീസും അവരുടെ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ പങ്കാളിത്തം അവിടെ ഉറപ്പാക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡിലേക്കൊക്കെ ജോലി അല്ലെ നീങ്ങിക്കൊണ്ട് പോകാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ ആ ഇൻവോൾവ്മെന്റ് നോട്ട് ചെയ്യാം. ഇൻവോൾവ്മെന്റ് റെഫേഴ്സ് ടു എ പേഴ്സൺ വില്ലിംഗ് ടു ബി എ ടീം മെമ്പർ ആൻഡ് വർക്ക് ബിയോണ്ട് ദ യൂഷ്വൽ സ്റ്റാൻഡേർഡ് ഓഫ് ദ ജോബ്. അപ്പൊ 2 പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, എന്താണ് കമ്മിറ്റ്മെന്റും ഇൻവോൾവ്മെന്റും എന്നുള്ളത്. ആണോ? അപ്പൊ നമ്മള് സാധാരണ പങ്കാളിത്തത്തിനപ്പുറമാണ് അദ്ദേഹത്തിന്റെ പങ്ക് ഓർഗനൈസേഷൻ നൽകുന്നത് അല്ലെ. അതുകൊണ്ടാണ് അത് മാനദണ്ഡത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. കാരണം കുറച്ചും കൂടി മാക്സിമം റിസൾട്ട് ആണ്, മാക്സിമം എഫേർട്ട് ആണ് ഓരോ പങ്കാളിയും അവിടെയുള്ള അല്ലെങ്കിൽ ഓരോ എംപ്ലോയിയും ആ ഒരു ഓർഗനൈസേഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളത്. then എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, an employee with a little involvement is motivated by extrinsic motivation factors and an employee with a strong involvement is a motivation factors. അതായത് നമുക്ക് ഒരു ചെറിയ അല്ലെ എന്തെങ്കിലും ഒരു പങ്കാളിത്തമൊക്കെയാണ് അല്ലെ, അവര് എംപ്ലോയി ആണെങ്കിൽ അധികം ഒന്നുമില്ല അല്ലെ, വലിയ എഫേർട്ട് ഒന്നും ചെയ്യാതെ വർക്കൊന്നും ചെയ്യാനായിട്ട് മടി കാണിക്കുന്ന ഒരു കാര്യമൊക്കെയാണ് എങ്കിൽ എന്താണ് ബാഹ്യമായിട്ടുള്ള എന്തെങ്കിലും മോട്ടിവേഷൻ ചെയ്യാൻ പറ്റുന്ന അല്ലെ, നമ്മള് ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മറ്റേതെങ്കിലും ഘടകങ്ങള് അവരിലേക്ക്, അത്തരത്തിലുള്ള ഘടകങ്ങൾ അവരിലേക്ക് ഇൻവോൾവ് ചെയ്യും. അതായത് ചിലപ്പോ ആണെങ്കിൽ എന്താണ് എല്ലാവരും മുമ്പിൽ ഒരു നല്ലൊരു സ്റ്റാറ്റസ് ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്. അതായത് അവരെ ഉയർത്തി അല്ലെ, നന്നായിട്ട് വർക്ക് ഫിനിഷ് ചെയ്തിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡിഗ്നിറ്റിക്ക് അല്ലെ, ഒരു അന്തസ് ഇച്ചിരി കൂടി എല്ലാവരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രൊമോഷൻ സ്റ്റേജിലേക്കൊക്കെ എത്തിക്കുമ്പോൾ എന്താണ്
അവർക്ക് കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആവും. അപ്പൊ അവിടെ ഒരു ചെറിയൊരു പവർ മാത്രമേ ചിലപ്പോൾ അവർക്ക് കൊടുക്കുന്നുണ്ടാവും. ഒരു പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ ഒരു കയ്യടിയൊക്കെ ആയിരിക്കും, ഒരു ചെറിയ അപ്രീസിയേഷൻ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ് അവർക്ക് സ്ഥാപനത്തിനോട് ഇച്ചിരി കൂടി ഒരു ഇൻട്രസ്റ്റ് കൂടും അല്ലെ. എംപ്ലോയി വിത്ത് ലിറ്റി ഇൻവോൾവ്മെന്റ് ഈസ് മോട്ടിവേറ്റഡ് ബൈ എസ്റ്റിനിക് then motivation factors and an employee with strong involvement is motivation factors. അങ്ങനെ എന്താണ് അവർക്ക് നല്ലൊരു എന്താ പറയാ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ശക്തിയായിട്ടുള്ള ഒരു പങ്കാളിത്തം ഉറപ്പാക്കാനായിട്ട് അവരെ കൊണ്ട് പ്രേരിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ചെറിയൊരു മോട്ടിവേഷൻ ഫാക്ടേഴ്സ് കൊടുത്തിട്ട് അവരെ കൊണ്ട് പരമാവധി എന്താണ് ആ സ്ഥാപനത്തിലേക്ക് ഇൻവോൾവ്മെന്റ് പങ്കാളിയാക്കാനായിട്ട് പ്രേരിപ്പിക്കുക എന്നുള്ളത് സ്ഥാപനത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മാനേജ്മെന്റിനെ സംബന്ധിച്ച് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ് അവര് കൂടുതൽ അവരുടേതായിട്ടുള്ള എഫിഷ്യൻസി ആ ഒരു സ്ഥാപനത്തിന് കൊടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും, കൂടുതൽ എന്താണ് റിസൾട്ട് നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇതിലേക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ വരുന്നുണ്ട്, നോക്കാം. അപ്പൊ നമുക്ക് ഇച്ചിരി കൂടി ക്ലിയർ ആവും. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ലീഡ് ടു കമ്മിറ്റ്മെന്റ് ആൻഡ് ഇൻവോൾവ്മെന്റ് ബോത്ത് മേ increase with the employees age and years with the organization sense of job security and participation in decision making. ഓക്കെ, അതായത് നമ്മളിപ്പോ കുറച്ചും കൂടി കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ ഏജിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി സുരക്ഷ ഉറപ്പാക്കുന്ന കുറച്ച് നിലപാടുകളൊക്കെ എടുക്കാൻ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ പങ്കാളിയാക്കുക എന്നുള്ളത് വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് കുറച്ചും കൂടി അല്ലെ. നമുക്കറിയാം ഇപ്പൊ ഫ്രഷേഴ്സ് ഒക്കെ വരുമ്പോൾ നല്ല യോഗ്യരൊക്കെ ആയിരിക്കും, കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ഒക്കെ ആയിരിക്കും. പക്ഷെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പേഴ്സൺസിനെയൊക്കെ അവര് ചില തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ആയിട്ട് പങ്കാളിയായിരിക്കും. ഒരു പക്ഷേ ഇപ്പോഴത്തെ ഫ്രഷേഴ്സിന് അനുസരിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ ഒന്നും അവിടെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ അവരുടെ എക്സ്പീരിയൻസ് അല്ലെ, എത്ര നാളത്തെ മുമ്പേ ഉള്ള ഒരു മെമ്പർഷിപ്പ് അത് കൺസിഡർ ചെയ്തിട്ട് അവരുടെ തീരുമാനങ്ങളൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പങ്കാളിയാകും. അങ്ങനെ വരുമ്പോൾ എന്താണ് അവർക്ക് കൂടുതൽ ആ ഒരു സ്ഥാപനത്തിനോട് ഒരു ലോയൽറ്റി അല്ലെ, എന്നെ വിശ്വസ്തയോടുകൂടി എടുക്കുന്നുണ്ട് എന്നുള്ളൊരു മൈൻഡാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ശരിയാണോ? അതെ. അപ്പൊ ആ ഒരു രീതി അവർക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവരിൽ നിന്ന് എപ്പോഴും നിരുത്സാഹമായിട്ടുള്ള റിസൾട്ടിലേക്ക് അവർ പോകില്ല. അവനവന്റെ മാക്സിമം എഫേർട്ട് അവര് അതില് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും. കാരണം എന്തുകൊണ്ടാ, മറ്റേ ഫ്രഷേഴ്സിനെ പോലെയുള്ള ഇതില്ല എങ്കിലും, നമുക്ക് യോഗ്യത ഇല്ല എങ്കിലും നമ്മൾ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് നമ്മള് അല്ലെ അവരവിടെ അതിനനുസരിച്ച് ഒരു പരിഗണന കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു മൈൻഡ്, ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം അവരിൽ ഉണർന്നു വരികയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം അവർക്ക് റിസൾട്ട് നേടിയെടുക്കാൻ ഉള്ളതിലേക്ക് കോപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ദെൻ അതേമാതിരി തന്നെ വീണ്ടും പറയുന്നു, എന്താണ് കുറച്ചൊക്കെ റിവാർഡ്സ് കൊടുത്ത് നിർത്താതെ ചില കാര്യങ്ങൾ ഇത്തരത്തിലുള്ള എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ മാതിരി എന്താണ് കുറച്ച് പാക്കേജുകളും കാര്യങ്ങളും തന്നെ എപ്പോഴും കൊടുക്കണമെന്നില്ല. അല്ലാതെ ഇത്തരത്തിലുള്ള മെമ്പർഷിപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ ഇച്ചിരി കൂടിയും ഡിസിഷൻ എടുക്കാനുള്ള പവറൊക്കെ കൊടുക്കുമ്പോൾ അതും ആയാലും മതി അവർക്ക് ഈ സ്ഥാപനത്തിനോടുള്ള കൂറ് അല്ലെ അത് ഉള്ളിൽ കണ്ടുകൊണ്ട് തന്നെ പ്രവർത്തിക്കാനായിട്ട് സാധ്യമാകും എന്നുള്ളത്. നെക്സ്റ്റ് നോക്കാം, എൻഗേജിങ് എംപ്ലോയീസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് കാൻ ഓൾസോ ഹെൽപ്പ് ബൂസ്റ്റ് കമ്മിറ്റ്മെന്റ്. നേരത്തെ പറഞ്ഞതാണ്, ഡിസിഷൻ മേക്കിങ്ങിൽ വരുമ്പോഴും അവരുടെ കമ്മിറ്റ്മെന്റ് പ്രതിബദ്ധത അത് കൂടുതലും കൂടി ബൂസ്റ്റപ്പ് ചെയ്യും. In particular, creating job that are engaging and challenging can improve job involvement. അതേമാതിരി തന്നെ കുറച്ചും കൂടി അല്ലെ കുറച്ച് ഇത്തിരി കൂടി ആകർഷകമായിട്ടുള്ള രീതിയിലൊക്കെ നമുക്കറിയാം ചലഞ്ചിങ് ഫാക്ടേഴ്സ് അല്ലെ, വെല്ലുവിളികൾ നിറഞ്ഞതുമായ ജോലികളൊക്കെ സൃഷ്ടിക്കുമ്പോഴെന്താണ് അവരെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് സൃഷ്ടിക്കുകയാണെങ്കിൽ ആ വെല്ലുവിളിയിലൊക്കെ നേരിടാനായിട്ട് നമുക്കറിയാം. ഏതൊരു സ്ഥാപനമാണെങ്കിലും എപ്പോഴും ഒരേ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല അല്ലെ. പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനോടൊപ്പം ചലിക്കേണ്ടതായിട്ട് വരും. അപ്പൊ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതേമാതിരി തന്നെ വെല്ലുവിളി നിറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോൾ ഇവരെയും കൂടി പങ്കാളികളാക്കിക്കൊണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് എത്ര വെല്ലുവിളിയാണെങ്കിലും അതിനെ ഫേസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു പവർ അല്ലെങ്കിൽ ഒരു താല്പര്യം ഇവിടെയുള്ള എംപ്ലോയീസിന് ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇതാണ് ലാസ്റ്റ് പോയിന്റിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. Again, in particular, creating job that are engaging and challenging can improve job involvement. അപ്പൊ കമ്മിറ്റ്മെന്റും ഇൻവോൾവ്മെന്റും എന്നുള്ളത് നമുക്കറിയാം എന്താണ് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് അവരെ വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. എപ്പോഴും സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സും മറ്റു സംഭവങ്ങളും കൊടുക്കുക മാത്രമല്ല അവിടെ വർക്ക് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത്
ചില കാര്യങ്ങൾ കൂടി അല്ലെ അവരെ ചില പങ്കാളികളാക്കുക, ചില ഡിസിഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് കൊടുക്കുക. നമുക്കറിയാം കുറെ നാളത്തെ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് അല്ലെ പ്രസന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അപ്പോഴും അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള പൊസിഷൻ അല്ലെ ഏതൊരു എന്താ പറയുക ചെയർ ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ സ്ഥാനത്തിൽ അല്ലെ ഇത്രയും കൂടുതൽ നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ അവലംബിക്കുമ്പോൾ അല്ലെങ്കിൽ മിഡിലൊക്കെ കൊടുക്കുന്ന ഒരു സാധനം അല്ലെ സെൻട്രലൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു സാധനമൊക്കെ വരുമ്പോഴും അവർക്ക് എന്താണ് അവരുടെ വർക്ക് മാക്സിമം എഫോർട്ടോടുകൂടി വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള താല്പര്യം ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് കമ്മിറ്റ്മെന്റും ഇൻവോൾവ്മെന്റിലും വരുന്നത്. അപ്പൊ നമ്മൾ 4 ഫാക്ടേഴ്സും പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. സാറ്റിസ്ഫാക്ഷനും ഡിസാറ്റിസ്ഫാക്ഷനും കമ്മിറ്റ്മെന്റും ഇൻവോൾവ്മെന്റും. ഓക്കെ, അടുത്തൊരു ഇതിലേക്ക് പോകാം. ലേണിംഗിനെ കുറിച്ച് പഠിക്കാം. നെക്സ്റ്റ് നോക്കാം. ലേണിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് നമുക്ക് അറിയാം അല്ലെ, പഠനം എന്നുള്ളത് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെ. പഠനം എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. നമുക്കറിയാം എന്താ പറയാ, ജനിക്കുമ്പോൾ തുടങ്ങി പഠിക്കണം. എവിടം വരെയും പഠിക്കണമെന്നുണ്ടാവും. എവിടം വരെയും പഠിക്കണമെന്നാണെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, മരിക്കുന്നവരെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും നല്ലതാണെന്ന് പറയാം. കാരണം അങ്ങനെയുള്ള പഠനമല്ല ഉദ്ദേശിക്കുക. നമുക്കറിയാം വാർദ്ധക്യത്തിൽ കിടക്കുന്ന സമയത്തും നമ്മൾ എന്താ പറയാ, നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കണം അല്ലെ. എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് ജനിക്കുമ്പോൾ തുടങ്ങി മരിക്കുന്നവരെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അല്ലെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഓർഗനൈസേഷനെ സംബന്ധിച്ച് കിട്ടുന്ന അത്രയും അറിവ് നേടണം അല്ലെ. ഓക്കെ, അപ്പൊ അറിവെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് എപ്പോഴും നേടിക്കൊണ്ടിരിക്കുക. അറിവ് നേടുമ്പോഴാണ് നമുക്ക് കുറെ ഡിഫക്ട്സുകളൊക്കെ ഉണ്ട് എന്ന് തിരിച്ചറിയാനും തിരുത്താനൊക്കെ ആയിട്ട് സാധിക്കുക അല്ലെ. അപ്പൊ അറിവിനെ സംബന്ധിച്ചൊരു ബോധം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. അറിവെന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതൊരിക്കലും എന്താണ് സ്റ്റോപ്പ് ചെയ്യാൻ ഒരു കാര്യമില്ല. അത് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന്റെ ഡിഫക്ട്സുകൾ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ എന്താണ് കറക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ അല്ലേ. അത് തന്നെയാണ് ആശയം തന്നെയാണ് ഈ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളില് ലേണിംഗിലും വരുന്നത്. ഓക്കെ, അപ്പൊ ലേണിംഗ് എന്ന് പറയുന്നത് നോക്കാം. ലേണിംഗ് ഈസ് എ സിഗ്നിഫിക്കന്റ് ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ ബിഹേവിയർ. അതായത് നമ്മുടെ അല്ലെ പഠനം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് അല്ലെ ഒരു പ്രധാനമായിട്ട് നമുക്കറിയാം ഒരു പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. ഒരിക്കലും എന്താണ് മാറ്റത്തെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് പഠനം എന്ന് പറയുന്നത്. ഒരിക്കലും നമുക്കൊരു സ്ഥായിയായിട്ട് അല്ലെ പെട്ടെന്ന് നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുമില്ല. അത് മാത്രമല്ല പെട്ടെന്ന് നമുക്ക് കറക്റ്റ് ചെയ്യാൻ അല്ലെ ചില കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് റിജക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മുടെ എന്താണ് ഹാബിറ്റിൽ നമ്മൾ ശീലത്തിൽ നമ്മളത് നേടിയെടുത്ത് പോയി. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും എന്താണ് കുറച്ച് സമയം എടുത്ത് മാത്രമാണ് അത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ പെരുമാറ്റത്തിലെ മാറ്റത്തെ എപ്പോഴും അത് ഉൾക്കൊള്ളുന്നതാണ് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ ബിഹേവിയർ. നമ്മുടെ പെരുമാറ്റത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത് പഠനം എന്ന് പറയുന്നത്. നമ്മുടെ പെരുമാറ്റം നമ്മൾ നല്ലത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലത് പ്രകടിപ്പിക്കും എന്ന് പറയില്ലേ.
അതായത് നമ്മളുടെ ആ ഒരു പഠന രീതി അത് എപ്പോഴും നമ്മുടെ പ്രവർത്തനത്തിൽ കാണിക്കും. തീർച്ചയായിട്ടും അത് എളുപ്പം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല, പക്ഷെ കറക്റ്റ് ചെയ്തേ പറ്റൂ അല്ലെ. ചില ഡിഫക്ട്സുകൾ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചേ പറ്റൂ. കാരണം നമുക്കറിയാം എപ്പോഴും നല്ലതിനെ മാത്രം ഉൾക്കൊള്ളാൻ പാടുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അത് പറയുന്നത് ഒരു പെരുമാറ്റത്തിലെ അല്ലെ, പെരുമാറ്റത്തിനെ പ്രചോദിക്കുക അല്ലെ, അതുവഴി പെരുമാറ്റത്തിലെ മാറ്റത്തെയാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. Then learning can be defined as a relatively permanent change in behavior that occurs as a result of a experience or a reinforced practice. അപ്പൊ എന്താണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്, ഒരു മുൻകാല സ്വഭാവത്തെക്കാൾ അല്ലെ, ഒരു പുരോഗതിയില്ലാത്ത പക്ഷെ മോശ ശീലങ്ങൾ അല്ലെങ്കിൽ മുൻവിധികൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെയൊക്കെ നമ്മൾ റിഫ്ലക്ട് അല്ലെ മാറ്റിയെടുക്കേണ്ട ഒരു കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ പഠനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അനുഭവത്തിന്റെയോ അല്ലെങ്കിൽ ശക്തിപരമായ ഒരു പരിശീലനത്തിന്റെയോ ഒരു രീതിയിൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. അത് പതിയെ പതിയെ, അതാണ് ഉദ്ദേശിക്കുന്നത്. റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ ദാറ്റ് ഒക്കേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ് ഓർ റീഇൻഫോഴ്സ്ഡ് പ്രാക്ടീസ്. അത് എന്താണ്, ഒരു പെർമനന്റ് ഒരു സ്ഥിരമായിട്ടുള്ള ചേഞ്ചസിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ എന്താണ് എക്സ്പീരിയൻസ്, നമ്മുടെ സ്ഥായിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന്റെ ഒക്കെ ബേസിൽ എപ്പോഴും നമ്മൾ എന്താണ് അതിനൊരു മാറ്റങ്ങൾ വരുത്തിയിരിക്കേണ്ടതാണ്. ദ ഡെഫിനിഷൻ ഓഫ് ലേണിംഗ് ഇൻക്ലൂഡ്സ് 4 key aspects. അതിലെ 4 രീതിയിലുള്ള കാര്യങ്ങൾ അതിൽ ഇൻവോൾവ് ചെയ്ത് പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ 4 കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് വീണ്ടും ഡെഫിനേഷനിലേക്ക് പോകാൻ കുറച്ചും കൂടി യുക്തി എന്തായാലും അതിലേക്ക് നോക്കാം. എന്താ പറയാ, എന്താ ഫസ്റ്റ് വൺ പറയുന്നത്, ലേണിംഗ് ഇൻവോൾവ്സ് ഇൻ എ ചേഞ്ച് ഇൻ ബിഹേവിയർ. സോ this change is not necessarily an improvement over previous behavior, but bad habits, prejudice, stereotypes and work restrictions are also learned. അതായത് പഠനം എന്ന് പറയുന്നത് അല്ലെ, നമ്മൾ പഠിക്കുക എന്നുള്ളത് നമ്മൾ ബേസിക്കലി നമുക്കറിയാം. പഠനം എന്ന് പറയുന്നത് നേരത്തെ കൂട്ടി നല്ലത് പഠിച്ചാൽ നല്ലത് പ്രകടിപ്പിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. അതേമാതിരി തന്നെ ചീത്ത കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇതെല്ലാം മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞു. കാരണം എങ്കിൽ മാത്രമാണ് നല്ല റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതൊക്കെ തന്നെയാണ് ഈ ഫസ്റ്റ് പോയിന്റിൽ ഇൻവോൾവ് ചെയ്ത് പറയുന്നത്. ലേണിംഗ് ഇൻവോൾവ്സ് എന്ന് പറയുന്നത് എന്താണ്, എന്താ പറയുന്നത്, this change is not necessarily an improvement over previous behavior അല്ലെ. അത് എന്താ പറയുന്നത്, എന്താണ്, ഒരിക്കലും പ്രീവിയസ് ആയിട്ടുള്ള പെരുമാറ്റ രീതിയെ അതിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യകത, അതിന്റെ ഒരു ചേഞ്ചസ് ആണെന്ന് ഉദ്ദേശിക്കുന്നില്ല. ബട്ട് ബാഡ് ഹാബിറ്റ്സ്, പ്രെജുഡീസ് അല്ലെ, എന്തെങ്കിലും ചീത്ത ശീലങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ചേഞ്ച് ചെയ്യണം അല്ലെ. അതേമാതിരി പറയുന്നു പ്രെജുഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കൂട്ടി മുൻവിധികൾ അല്ലെ, അത്തരത്തിലുള്ള കാര്യങ്ങള് അതൊക്കെ ചിലപ്പോൾ തെറ്റാണെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ പറയില്ലേ, വിശ്വാസങ്ങളെല്ലാം ചിലപ്പോൾ തെറ്റായ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്, അത് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ. അത് നമ്മൾ പഠിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ എന്താ പറയുക ബാലൻസ് ആയിട്ട് പറയുന്നത്, നമ്മൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് നമുക്ക് വരും. തീർച്ചയായിട്ടും ഒരു പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളായതുകൊണ്ട്. പക്ഷെ ചില ശീലങ്ങൾ ചിലപ്പോ നമ്മൾ അല്ലെ, ചില നമുക്കറിയാലോ പേപ്പറിലൊക്കെ വേണ്ടാത്ത കുറെ കാര്യങ്ങൾ നരഹത്യകളൊക്കെ നടപ്പാക്കുന്നുണ്ട് അല്ലെ. അതൊക്കെ വേണമെന്ന് നമ്മൾ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമോ? ഇല്ല. അതൊക്കെ എന്താണ്, അതൊക്കെ ഇത്രത്തോളം വിശ്വാസത്തിന് അനുകൂലമല്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ അതൊന്നും നമുക്ക് വേണ്ടാത്തതാണ്. അത്തരത്തിലുള്ള മാറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, മുൻവിധികളൊക്കെ ഉണ്ടെങ്കിൽ കൂടി നേരത്തെ കൂട്ടിയിട്ടുള്ള ഒരു ശാസ്ത്രീയ വശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നമുക്ക് ഫോളോ ചെയ്യുന്നത് നിർബന്ധമല്ല. ആൻഡ് വർക്ക് റെസ്ട്രിക്ഷൻസ് ആർ ഓൾസോ ലേൺഡ്. ഇപ്പൊ ഓർഗനൈസേഷനൊക്കെ സംബന്ധിച്ച് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ എന്താണ്, അവിടെ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ അല്ലെ, ചില തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ് കൺട്രോൾ ചെയ്ത് പരിഹരിച്ചിട്ട് പഠനം നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാതെ ഞാൻ പഠിച്ചതൊക്കെ ശരിയാണ് അല്ലെ, അവിടെയുള്ള എംപ്ലോയീസ് ഞാനും ചെയ്തേക്കുന്നതൊക്കെ ശരിയാണെന്ന് അത് തന്നെ ഫോളോ ചെയ്ത് കൊണ്ടുപോയാൽ ചിലപ്പോൾ അല്ലെ ഓർഗനൈസേഷനെ സംബന്ധിച്ച് നഷ്ടം ഉണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് അത് റെസ്ട്രിക്ട് ചെയ്യണം അല്ലെ, ചിലതൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് അവിടെ പഠനം അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചുള്ളൂ. അതാണ് ഒരു ആസ്പെക്റ്റിൽ പറയുന്നത്. മറ്റൊരു വശത്തിൽ നോക്കാം, ദ ബിഹേവിയറൽ ചേഞ്ചസ് മസ്റ്റ് ബി റിലേറ്റീവ്ലി പെർമനന്റ്. Any temporary change in behavior is not a part of a learning അല്ലെ. പെരുമാറ്റത്തിലെ മാറ്റങ്ങളൊക്കെ എപ്പോഴും താരതമ്യേന അല്ലെ സ്ഥിരമായിരിക്കണം. തീർച്ചയായിട്ടും നമ്മള് നല്ല കാര്യങ്ങളൊക്കെ ചെറുപ്പം മുതലേ പഠിച്ചു തന്നെ പോകണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ, ചെറുപ്പം മുതലേ അതിന്റെ നല്ല പഠനത്തോടു കൂടി വളരാനോ എന്നാൽ മാത്രമാണ് നല്ല റിസൾട്ട് നേടിയെടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് ബിഹേവിയറൽ ചേഞ്ചസ് മസ്റ്റ് ബി റിലേറ്റീവ്ലി പെർമനന്റ്, ഒരു സ്ഥിരമായിട്ടുള്ള കാര്യം തന്നെയാണ്. എനി ടെമ്പററി ചേഞ്ചസ് ഇൻ ബിഹേവിയർ ഇസ് നോട്ട് എ
പാർട്ട് ഓഫ് ലേണിംഗ്. അതായത് ഒരു പെരുമാറ്റത്തിൽ ഏതെങ്കിലും ഒരു താൽക്കാലിക മാറ്റം അത് പഠനത്തിന്റെ ഭാഗമാകണമെന്നില്ല. ചിലപ്പോ ചില ചേഞ്ചസ് ഒക്കെ വരുത്തിയെന്ന് വെച്ചാൽ അത് ആ ഒരു പഠനം അല്ലെ അതൊരു ആ ഭാഗം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പഠിച്ചതായിരിക്കും. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. ചെറുപ്പം മുതലേ പഠിച്ച കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടും വരും. ചില കാര്യങ്ങൾ നമുക്കറിയാം അല്ലെ, ചില മാറ്റേഴ്സിന് വേണ്ടിയിട്ട് മാത്രം പഠിക്കും. അത് ആ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഉപയോഗം കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഭാഗം പഠിക്കേണ്ടതായിട്ട് വരും അല്ലെ. നമ്മൾ പറയില്ലേ ചെറിയ ക്ലാസ്സിൽ ഹിസ്റ്ററി പഠിച്ചു, എന്താ പറയാ കൊമേഴ്സ് പഠിച്ചു, ഹിസ്റ്ററി, ബയോളജി, ഫിസിക്സ് ഒക്കെ പഠിച്ചു. ആ സമയം നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഭാഗം മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത്. എന്ന് വെച്ചുകൊണ്ട് ആ പഠിച്ചതെല്ലാം മോശമാണെന്ന് ഒരിക്കലും പറയില്ല. കാരണം നിത്യജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ അതിൽ പെടുന്നുണ്ട് അല്ലെ. അതേസമയം നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് നമ്മളൊരു ഭാഗം തെരഞ്ഞെടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ അത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ മുൻനിർത്തി കൊണ്ടുപോകേണ്ടതായിട്ടും വരുമല്ലോ. നെക്സ്റ്റ് നോക്കാം. ദ ബിഹേവിയർ ചേഞ്ചസ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ സം ഫോം ഓഫ് പ്രാക്ടീസ് ഓർ എക്സ്പീരിയൻസസ്. അതായത് ഇത്തരത്തിലുള്ള ബിഹേവിയർ ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ എന്താണ് നമ്മുടെ പെരുമാറ്റ ശാസ്ത്രത്തിൽ നമ്മുടെ പെരുമാറ്റ രീതിയിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ ബേസ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ പ്രാക്ടീസിന്റെ അല്ലെങ്കിൽ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മൾ പഠിച്ചു പോകുക. എല്ലാവരും പറയില്ലേ, കൊച്ചുകുട്ടികളോടൊക്കെ പറയില്ലേ, അത് പറഞ്ഞു പഠിച്ചിട്ട് കാര്യമില്ല, പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, കൊണ്ടേ പഠിക്കൂ ഇല്ലേ, അങ്ങനെ പറയില്ലേ, ഉണ്ടാവും. കാരണം എന്തുകൊണ്ടത് നമ്മൾ എക്സ്പീരിയൻസ് കിട്ടിയാൽ മാത്രമാണ് അത് പഠിക്കുള്ളൂ അല്ലെ. പാരന്റ്സ് എത്ര പറഞ്ഞാലും ചിലപ്പോൾ കുട്ടികൾ അത് വകവെക്കണമെന്നില്ല. നമ്മൾ ആണെങ്കിൽ കൂടി നമ്മൾക്ക് അല്ലെ ആര് നിർദ്ദേശങ്ങൾ തന്നാലും ചില കാര്യങ്ങൾ നമ്മൾ കൊണ്ട് പഠിച്ചും ഓക്കെ പറഞ്ഞതൊക്കെ ഓർമ്മ വരും. ഓക്കെ നമ്മുടെ പാരന്റ്സ് ഒക്കെ പണ്ട് പറഞ്ഞതൊക്കെ നമ്മൾ ചിലപ്പോൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരും. കാരണം ആ ടൈം ആവുമ്പോൾ അല്ലെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടി കഴിയുമ്പോഴായിരിക്കും നമ്മളുടെ മെമ്മറി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അല്ലെ. അത് തന്നെയാണ് പറയുന്നത് ബിഹേവിയർ ചേഞ്ചസ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ സം ഫോം ഓഫ് പ്രാക്ടീസ് ഓർ എക്സ്പീരിയൻസ്. നെക്സ്റ്റ് നോക്കാം. ദ പ്രാക്ടീസ് ഓർ എക്സ്പീരിയൻസ് മസ്റ്റ് ബി reinforced in order for learning or to occur. അതായത് നമ്മൾ നേടിയെടുത്തത് അനുസരിച്ചിട്ട് നമ്മൾ ചില മാറ്റങ്ങൾ അല്ലെ. പഠനം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടായിരുന്നു എല്ലാം പഠിച്ചത് ശരിയാവണമെന്നില്ല അല്ലെ. അപ്പൊ ചിലതിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചിലതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. ചിലതൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പൊ അത് തന്നെയാണ് ലാസ്റ്റ് പറയുന്നത്. പഠിക്കുന്നതിനായിട്ട് പരിശീലനമോ അനുഭവമോ അല്ലെ അത് ശക്തിപ്പെടുത്തണം. ആ അനുഭവം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ എന്താണ് കൂടുതലായിട്ട് ശരിയാണ് ഇത് ഞാൻ പഠിച്ചതിൽ ഇച്ചിരി വേരിയേഷൻ ഉണ്ട്, അനുഭവം വന്നപ്പോഴാണ് ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഫസ്റ്റ്ലി നമ്മളോട് ചില കാര്യങ്ങളൊക്കെ പറയും, ആദ്യം നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടായിരിക്കണം ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്നാലും നമ്മൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ അല്ലെ മൂന്നാമത് നാലാമത് ചെയ്യേണ്ട മാറ്റേഴ്സ് ഒക്കെ ആദ്യം തന്നെ ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കും. ഇതിന് അവസാനം നമുക്ക് മനസ്സിലാവും ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ ചില കാര്യങ്ങളൊന്നും ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അല്ലെ. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഇവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ചെയ്തു തന്നെ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ സമയത്തിനൊക്കെ ഫിനിഷ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് സാധ്യമാകും. അപ്പൊ അത് തന്നെയാണ് പറയുന്നത്, പ്രാക്ടീസിലൂടെയും എക്സ്പീരിയൻസിലൂടെയാണ് ഇതിനെ ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. നമ്മൾ പഠിച്ചു എന്ന് വെച്ചിട്ട് കാര്യമില്ല, അത് നമ്മുടെ പ്രാക്ടിക്കലി നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മൾ അതിനെ ക്ലിയർ ചെയ്ത് നമ്മൾ നിലനിർത്താനായിട്ട് ശ്രമിക്കുകയുള്ളൂ. അല്ലാതെ പഠിച്ചു വെച്ചുകൊണ്ട് മാത്രം നമ്മളത് കണ്ടിന്യൂ അല്ലെ നമുക്ക് അതിനെ ശക്തിപ്പെടുത്താനായിട്ട് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളത്. ഓക്കെ, പഠനം എന്നുള്ളതിന്റെ ഏകദേശ രൂപം കിട്ടിയോ? നമ്മൾ വിചാരിക്കും ഈ പഠിക്കുക എന്ന് പറയുന്നത് ഇത്രയും എന്തിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. എന്തായാലും ഓർഗനൈസേഷന്റെ ഉള്ളിലേക്ക് കുറച്ച് പഠനങ്ങൾ അവിടെയുള്ള എംപ്ലോയീസിനെ കുറിച്ചിട്ട് പഠിക്കുക എന്നുള്ള രീതിയിലേക്കാണ് കൊണ്ടുവരുന്നത്. ഇതെല്ലാം ഈ മാറ്റേഴ്സ് ഒക്കെ കൊണ്ടുവരുന്നത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് എംപ്ലോയീസിനെ എങ്ങനെ പഠിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പൊ എംപ്ലോയീസിനെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി എന്താണ്, അവരെ പെട്ടെന്നൊന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല. അവർക്ക് കുറച്ച് പ്രാക്ടിക്കൽ വർക്കും സംഭവങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോഴാണ് അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ മാനേജേഴ്സിന് പഠിച്ചെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ എന്ന്. ഓക്കെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ കൂടുതൽ എന്താ പറയാ കൂടുതൽ ഇങ്ങനെ പഠിക്കാനുള്ള ഒരു അവസരം തന്നിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും എന്താണ് ലേണിംഗ് എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചത്. ലേണിംഗ് ഈസ് എ സിഗ്നിഫിക്കന്റ് physiological factor influencing human behavior. Psychological factor influencing a human behavior. ഇനി നമുക്ക് അതിനേക്കാളും വലിയൊരു
മനസ്സിലാക്കിയെടുക്കാൻ വേറൊരു ഇതും കൂടെ ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് വെറുതെ വായിക്കുമ്പോൾ ഇതെന്താണ് ഡ്രൈവ് ക്യൂ സ്റ്റിമുലി എന്നൊക്കെ പറയുന്നത് എന്താണെന്നൊക്കെ ഡ്രൈവർക്കൊക്കെ ഇതറിയാലേ. സയൻസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴും നമുക്കറിയാം കുറെ പേര് മനസ്സിലാക്കുന്നുണ്ട്. എങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഓരോ കുറെ പോയിന്റ്സ് വരുമ്പോൾ എന്താണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കണേന്ന് നിങ്ങൾ വിചാരിക്കും. പ്രത്യേകിച്ചൊന്നുമല്ല, നമ്മൾ നേരത്തെ പഠിച്ച ഈ പഠനവുമായി ബന്ധപ്പെട്ട് വരുമ്പോഴാണ് അവരുടെ മൈൻഡിലെ അവരുടെ ബിഹേവിയർ, അവരുടെ ആ ഒരു പെരുമാറ്റം, നമുക്കറിയാം ബ്രെയിൻ എന്താണോ ഈ വ്യക്തിയെ കൊണ്ട് അവിടെയുള്ള ഓരോരുത്തരും, നമ്മളെ കൊണ്ടാണെങ്കിലും ബ്രെയിൻ എന്താണ് അത് ചെയ്യണം ചെയ്യരുത് അല്ലെ, തീ കാണുമ്പോൾ നമ്മളെ കൈ പിൻവലിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം അത് തരുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മളത് പിൻവലിക്കുന്നത് അല്ലേ, അങ്ങനെയല്ലേ അല്ലേ ബ്രെയിൻ. ഓക്കെ, അപ്പൊ ആ ഒരു റെസ്പോൺസ്, ഒരു പ്രതികരണമാണ് ഇവിടേക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പഠനത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതെല്ലാം ആണ് തീർച്ചയായിട്ടും നമ്മൾക്കറിയാം ഏതൊരു സ്ഥാപനത്തിൽ നമ്മൾ എഫേർട്ടായിട്ട് അല്ലെ, ഏതൊരു സ്ഥാപനത്തിലെ എംപ്ലോയി അവിടെ അവരുടെ പെർഫോമൻസ്, അവരുടെ പ്രകടനം കാഴ്ചവെക്കുന്നത് നേടിയെടുത്ത എല്ലാത്തിന്റെയും പ്രതിഫലനമാണ് അല്ലെ, റെസ്പോൺസ് ആണ്. നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്, ഇത്തിരി സ്പീഡിൽ ചെയ്യണം, ഇതാണ് അത് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഇത് ചെയ്യണം, അങ്ങനെ വരുമ്പോൾ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടും. അങ്ങനെയൊക്കെ നമ്മുടെ മൈൻഡ് അല്ലെ, നമ്മുടെ മനസ്സ് മാത്രമല്ല നമ്മുടെ ബ്രെയിനും നമ്മളോട് ആവശ്യപ്പെടുന്ന അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള രീതിയാണ് ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. കമ്പോണൻസ് ഓഫ് ലേണിംഗ് പ്രോസസ്സ്. കുറച്ച് കണ്ടിന്യൂ ചെയ്തെടുക്കണേ കൊണ്ട് തടസ്സമുണ്ടോ? ഇല്ല, നമുക്ക് കുറച്ച് ഇവിടെ വരെയുള്ളൂ. നമുക്ക് ഈ ഒരു കമ്പോണൻസും കൂടി എടുത്ത് തീർത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, so the elements of the learning process are drive, cue stimuli, response, reinforcement and retention. Okay, ഇതുവരെ നിങ്ങൾക്ക് വായിച്ചു നോക്കേണ്ടതുണ്ടോ? ആർക്കെങ്കിലും വായിച്ചു നോക്കേണ്ടതുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നോക്കിയോ, എങ്ങനെയെല്ലാം സ്കെയിൽ എടുക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയി പോയാലാണ് നമ്മൾ എടുക്കണേ കൊണ്ടൊരു. ഓക്കെ, വായിച്ചു നോക്കി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പ് തരുന്നതാണ് കേട്ടോ. ഓക്കെ ആണ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കമ്പോണൻസ് ഓഫ് ലേണിംഗ് പ്രോസസ്സ്. ലേണിംഗ് പ്രോസസ്സിന്റെ ഘടകങ്ങളാണ് നമ്മൾ നോക്കുന്നത്. The elements of the learning process are drive, cue stimuli, response, reinforcement and retention. ഓക്കെ, അതില് നമ്മൾ ഇങ്ങനെ തന്നെ പഠിക്കുക. അതായത് ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഹസ്ബൻഡ് പറയുന്നത് ഡ്രൈവ് അല്ലെ, ലേണിംഗ് frequently occurs in the presence of a driver. Any strong stimulus that implies action. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ശക്തമായിട്ട് നമ്മളോട് ബ്രെയിൻ പറയുകയാണ് അല്ലെ, നമ്മളോട് ഇന്ന് ചെയ്യ് അല്ലെ, അതാണ് പ്രതികരിക്കുക, ഒരു പ്രതികരണ ശേഷി വരികയാണ്. അതാണ് പഠനത്തിന് പ്രധാനമായിട്ടും വരുന്നത് അല്ലെ. പഠനം എന്ന് പറയുന്ന പ്രക്രിയയുടെ ഘടകങ്ങളില് ആദ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ആണ്. അവിടെയുള്ള എംപ്ലോയീസിനെ കൊണ്ട് എന്താണ് ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നത്, ഇത് ചെയ്യുക എന്നുള്ളത് ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നത് ബ്രെയിൻ ആണ് അല്ലെ. ഓരോ എംപ്ലോയീസിന്റെ ആരായിരിക്കും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? നമ്മുടെ ബ്രെയിൻ ആണ് അല്ലെ. ശരിയാ, മനസ്സിലാവുന്നില്ലേ? നമ്മുടെ ബ്രെയിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല കേട്ടോ, പക്ഷെ മനസ്സിലാക്കിയെടുക്കുക. എന്താണ് സ്റ്റിമുലി അല്ലെങ്കിൽ എന്താണ് ഡ്രൈവ് ചെയ്യിപ്പിക്കുക അല്ലെ. ഡ്രൈവ് ചെയ്യിക്കുക എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ആ ഒരു ബ്രെയിൻ ആണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് ആധികാരികമായിട്ട് പ്രേരിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ എന്താ പറയുന്നത്, പഠനം എപ്പോഴും എന്താണ്, പലപ്പോഴും സംഭവിക്കുന്നത് പ്രവർത്തനത്തിനെ പ്രേരിപ്പിക്കുന്ന ശക്തമായ ഉത്തേജക ഘടകങ്ങൾ കൊണ്ടാണ് അല്ലെ. പഠനം എപ്പോഴും നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കുന്നത്, ചെയ്യണം എന്ന് നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കുന്നത് ശക്തമായിട്ടുള്ള ഉത്തേജക ഘടകങ്ങളുള്ളതാണ്. അതാണ് എനി സ്ട്രോങ് സ്റ്റിമുലസ് ദാറ്റ് ഇംപ്ലൈസ് ആക്ഷൻ. എനി സ്ട്രോങ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഉത്തേജന ഘടകങ്ങൾ. അത് ചെയ്യണം, നിങ്ങളത് ചെയ്യാനായിട്ട് സന്നദ്ധരാവണം അല്ലെ. അത് നമ്മൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ജോലി സാധ്യമായിട്ടുള്ള ഒരു അവസരമല്ലേ. അപ്പൊ നമ്മൾക്ക് അത് ചെയ്യാം, നമുക്ക് തൃപ്തിയോട് കൂടിയിട്ട് ചെയ്യാം എന്നുള്ള ഒരു അല്ലെ ബ്രെയിനിന്റെ ഒരു ആവശ്യത്തിന്റെ മുന്നിലാണ് ഓരോ എംപ്ലോയീസും അവരുടെ ഡ്യൂട്ടികൾ ചെയ്യുന്നത്. ഡ്രൈവ്സ് ആർ ബേസിക്കലി ഓഫ് 2 types. 2 തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മളെ കൊണ്ട് ബ്രെയിൻ അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്.
പ്രൈമറി ഓർ എന്താണ് വീണ്ടും പറയുന്നത് സൈക്കോളജിക്കൽ ഡ്രൈവ്സ് ആൻഡ് സെക്കൻഡറി ഓർ ദെൻ ഫിസിയോളജിക്കൽ ഡ്രൈവ്സ്. അതായത് നമ്മൾക്ക് ശാരീരികമായിട്ടുള്ള കടമകളും ഉണ്ടാകാം, ആവശ്യങ്ങളും ഉണ്ടാകാം, അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള ആവശ്യങ്ങളും ഉണ്ടാകും. Then these two categories of drives often interact. ഇത് രണ്ടും തമ്മിലാണ് പരസ്പരം അല്ലെ ഒരുമിച്ച് നോക്കുമ്പോൾ അവര് പരസ്പര ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കേണ്ടത്. Individuals operate under many drives at the same. To predict behavior, it is necessary to establish which drives are stimulating the most. അതായത് നമുക്ക് ഉണ്ടാവുന്ന ശാരീരികമായിട്ടുള്ള നമുക്ക് ഫിനാൻസ് ആവശ്യമാണ്. നമുക്ക് എന്താ പറയുക, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പണം ആവശ്യമാണ്. നമ്മുടെ ദൈനംദിന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ആവശ്യമില്ലേ? ഉണ്ടോ? ഓക്കെ, അത് നമുക്ക് ശാരീരികമായിട്ടുള്ള അല്ലെ നമ്മുടെ പണിയെടുക്കണേ കൊണ്ട് നമുക്കുള്ള റിട്ടേൺ ആണ്, അത് ആവശ്യമാണ്. നമുക്കത് വീട്ടിലേക്ക് അല്ലെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് അത് ഉപകരിച്ചേ പറ്റും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആവശ്യമാണ്. ഈ പണം മാത്രമാണോ നമ്മുടെ ശാരീരികമായിട്ടുള്ള അല്ലെ നമുക്ക് മാനസികമായിട്ടുള്ള സ്ട്രെസ് ഒന്നും കൂടാതെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ആവശ്യം കൂടിയുണ്ട്, ഇല്ലേ? ഉണ്ടാവില്ലേ? ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് പണത്തിന് വേണ്ടി മാത്രമാണോ? അല്ല, അല്ലെ? നമ്മള് സോഷ്യൽ ഡിഗ്നിറ്റിക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്യും, അല്ലെ? നമുക്ക് ഒരു അന്തസ് ഉണ്ടാവണം, നല്ല അവിടെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, അത് മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലെ നമുക്കൊരു നല്ല പേരാണ്. അത് മാത്രമല്ല എന്താണ് നമുക്ക് അല്ലെ സാറ്റിസ്ഫൈഡോടുകൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള സ്ട്രെസ് ഒന്നും കൂടാതെ നമ്മുടെ സമയം നല്ല സംതൃപ്തിയോട് കൂടിയിട്ട് ചെലവഴിക്കാൻ പറ്റും. അതായത് നമുക്ക് അല്ലെ സുപ്പീരിയറിന്റെ വലിയ സ്ട്രെസ് ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ വർക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ കണ്ട് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പോകാനൊക്കെ ആയിട്ടുള്ള സാറ്റിസ്ഫൈ അല്ലെ നമ്മളെ പ്രചോദിപ്പിക്കും എന്നുള്ളത്. അപ്പൊ ഈ ഡ്രൈവ് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് ഘടകങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. എന്താണ് മാനസികമായിട്ടുള്ള അല്ലെ ഘടകങ്ങളുമുണ്ട്, ദെൻ ശാരീരികമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. അതായത് ശാരീരികമായിട്ടുള്ള ഘടകങ്ങൾ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് ജോലി ചെയ്ത റിട്ടേൺ കൂലി കിട്ടണം, അല്ലെ? അതേമാതിരി തന്നെ മറ്റൊരു ഘടകമാണ് നമ്മുടെ മാനസികമായിട്ടുള്ള സന്തോഷം, അല്ലെ? മാനസിക സംഘർഷങ്ങളെല്ലാം പിരിമുറുക്കങ്ങളൊന്നും ഇല്ലാതെ സംതൃപ്തിയോടുകൂടി വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ അത് രണ്ടുമാണ് നമ്മളെ കൊണ്ട് ഉത്തേജിപ്പിക്കുന്നത്, അല്ലെ? ജോലി ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടു, സാറ്റിസ്ഫാക്ഷൻ ഇല്ല എങ്കിൽ എവിടെയെങ്കിലും ജോലിക്ക് വേണം, വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകണം എന്നായിരിക്കും മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക, ആബ്സെന്റ് ആവണം എന്നൊക്കെയാണ് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെ? അവിടെ ഒരു ഉത്തേജനം വരുന്നില്ലേ, മനസ്സിന്റെ സംഘർഷം വരുന്നില്ലേ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ഒരു ജോലി ചെയ്യുമ്പോൾ? ഇല്ലേ? ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താനായിട്ട് ഒരു ഉത്തേജനം ബ്രെയിൻ പറയുകയാണ്, നമുക്ക് ഫിനാൻസ് വേണം, നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ജോലി വേണം, അല്ലെ? ആ ഒരു ഉദ്ദേശം ഉള്ളത് കൊണ്ടാണ് അവിടെ നന്നായിട്ട് തന്നെ എഫേർട്ടോട് കൂടിയിട്ട് ഓരോരോ വ്യക്തിയും വർക്ക് ചെയ്യാനായിട്ട് പ്രേരിക്കുന്നത്, ശ്രദ്ധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ക്യൂ സ്റ്റിമുലി. അപ്പൊ അവിടെ ക്യൂ സ്റ്റിമുലി എന്താണെന്ന് നോക്കാം. ക്യൂ സ്റ്റിമുലി ആർ എനി ഒബ്ജക്റ്റീവ്സ് എക്സിസ്റ്റിംഗ് ദ എൻവയോൺമെന്റ് ആസ് റിസീവ്ഡ് ബൈ ദ ഇൻഡിവിജ്വൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഒരു മാനസികമായ സംഘർഷമില്ലാത്ത ഒരു ജോലി ചെയ്യണം, നമുക്ക് കുറച്ച് ഏണിങ്സ് വേണം എന്ന് പറഞ്ഞു. ഇതേമാതിരി തന്നെ എൻവയോൺമെന്റൽ അല്ലെ നമുക്ക് എന്താണ് പറയാ പരിസ്ഥിതിയിലേക്ക് നമുക്ക് ഒരു നല്ലൊരു സ്ഥാനം വേണം, അല്ലെ? അവിടെ ഒരു നമുക്കറിയാം എന്തുകൊണ്ട് നന്നായിട്ട് പഠിച്ച് നല്ല മെഡിക്കലായിട്ട് നല്ല വലിയ ജോലി പ്രൊഫഷൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത് നമുക്കൊരു ഡിഗ്നിറ്റി ഉണ്ടാവാനല്ലേ, അന്തസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ? ആണോ? അതെ. അപ്പൊ ആ ഡിഗ്നിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ശ്രമിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിപ്പിക്കുന്നത്. എൻവയോൺമെന്റൽ ആസ്പെക്റ്റും കൂടി നമ്മുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോ ചെറിയൊരു നെറ്റ് ഇഷ്യൂ ഒക്കെ ഉണ്ടിട്ടോ, എന്തെങ്കിലും ചാൻസ് കൊണ്ടൊക്കെ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോ ക്ലോസ് ചെയ്ത് പോവേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഓക്കെ, ചെറിയൊരു നെറ്റ് ഇഷ്യൂ ഇവിടെ കാണുന്നുണ്ട്. ചിലപ്പോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എങ്കിൽ എനിവേ എനിക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന അത്രയും ഞാൻ എടുക്കാം. ഒരു ടീച്ചറും നെക്സ്റ്റ് അവർ വരാൻ റെഡി ആയിട്ട് നിൽപ്പുണ്ട്, പക്ഷെ പറ്റുമെന്ന് അറിയില്ല, നെറ്റ് ഇഷ്യൂ കാരണം. അപ്പോ നമുക്ക് എന്താ പറയുന്നത്, നമ്മളുടെ ഒരു അല്ലെ നമുക്ക് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും കൂടി നമ്മളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബ്രെയിൻ ആവശ്യപ്പെടുന്നത് വർക്ക് ചെയ്യണം, അല്ലെ? നല്ലൊരു സ്ഥാപനത്തിൽ ചിലപ്പോൾ സാലറി അവിടെ കുറവായിരിക്കും, ഒരുപക്ഷെ നല്ല രീതിയിലുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരിക്കും, സ്ട്രെസ് ഇല്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കും, പക്ഷെ ബേസിക് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് സാലറി കുറവായിരിക്കും, പക്ഷെ പേരിയായിട്ട് ഒരു കമ്പനി ആയിരിക്കും. അപ്പൊ അവിടെ വർക്ക് ചെയ്യാനായിട്ട് ചിലപ്പോ പോയിന്നിരിക്കും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ പൊതുജനങ്ങളുടെ ഇടയിൽ നല്ലൊരു ഐഡന്റിറ്റി ഉണ്ട്, അല്ലെ? അങ്ങനെ പോകാറില്ലേ ചില വ്യക്തികളൊക്കെ? ഓക്കെ,
അപ്പൊ അങ്ങനെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതൊക്കെയാണ് ക്യൂ സ്റ്റിമുലിയിൽ പറയുന്നത്. ക്യൂ സ്റ്റിമുലിയിൽ എന്താ പറയുന്നത്? ആർ എനി ഒബ്ജക്ട്സ് existing in the environment as perceived by the individuals. The idea is to discover the condition under which stimuli will increase the probability of eliciting of a specific response. Okay, അപ്പൊ നമുക്കറിയാം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കാനായിട്ട് അവിടെ ആ ഒരു എൻവയോൺമെന്റൽ ഇതുകൊണ്ടാണ് ഫാക്ടർ കൊണ്ടാണ് തയ്യാറാവാനായിട്ട് ശ്രമിക്കുന്നത്. എന്താണ് വീണ്ടും അതിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, okay, there may be two types of stimuli so far as there results in terms of response. ഇങ്ങനെ ഒരു പ്രതികരണം നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരാനായിട്ട് ഒന്ന് രണ്ട് ഫാക്ടേഴ്സ് ഇതുമായി ബന്ധപ്പെട്ടും വരുന്നുണ്ട്. there may be two types of stimuli so far as there result in terms of response are concerned generalization and discrimination. അതായത് ചിലപ്പോ നമുക്കറിയാം സാമാന്യവൽക്കരണം അല്ലെങ്കിൽ വിവേചനം വരാനായിട്ടൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. Okay, a minute. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? വിസിബിൾ അല്ലേ? എന്തെങ്കിലും ഡിസ്റ്റർബ് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ക്ലിയർ ആണ്? എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും എന്താണ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മുടെ ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ടാണ്. അതേമാതിരി തന്നെ ജനറലൈസേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ. അപ്പൊ നമ്മൾ എന്താണ് അവിടെ പറഞ്ഞ ക്യൂ സ്റ്റിമുലി നമ്മുടെ പാരിസ്ഥിതികമായിട്ടുള്ള കുറച്ച് ഘടകങ്ങൾ കൂടിയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജനറലൈസേഷനിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ജനറലൈസേഷൻ ഹാപ്പൻസ് വെൻ എ റെസ്പോൺസ് ഈസ് ട്രൈഗ്രീഡഡ് by a similar yet new stimulus. അതായത് പുതിയ ഒരു സംഭവം വരികയാണ് അല്ലെ, പുതിയ എന്തെങ്കിലും ടെക്നോളജി ഒക്കെ വരികയാണ്. അപ്പൊ നമുക്കറിയാം അതിനോട് നമ്മൾ പൊരുത്തപ്പെടണം അല്ലെ. ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ അവിടുത്തെ എംപ്ലോയി ആയതുകൊണ്ട് തന്നെ അവിടെ അതിനോട് പൊരുത്തപ്പെടണം. They will have the same probability of evoking a specific response. അതായത് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനോട് പൊരുത്തപ്പെട്ട് വരിക എന്നുള്ളത് നമ്മുടെ മനസ്സിലും അതിനെ മനസ്സിലായല്ലേ, ഒരു ചെറിയൊരു പാക്കേജോട് കൂടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഓർഡർ ആൻഡ് രീതിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പുതിയൊരു കാര്യം ഇൻവോൾവ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനോട് പൊരുത്തപ്പെടാനായിട്ട് റെസ്പോൺസ് ചെയ്യാനായിട്ട് ബ്രെയിൻ തയ്യാറാവേണ്ടതുണ്ട്. If two stimuli are exactly alike, they will have the same probability of evoking a specific response. അതായത് ഒരു ചെറിയ നിശ്ചിത ഒരു റെസ്പോൺസ് നമ്മൾ അതിനോട് പ്രതികരിക്കുകയും വേണം. അതേമാതിരി തന്നെ സ്ഥായിയായിട്ടുള്ള നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു, എനിക്കിവിടെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും, ഭയങ്കര സൗണ്ട് ഉണ്ട്. ഒരു മിനിറ്റ്, 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കാം.
നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. നിന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് നെക്സ്റ്റ് ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. അപ്പൊ എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് പോകാം. ഇതിലെ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്, ഇത് പ്രിൻസിപ്പിൾസ് ജനറലൈസേഷനിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ സ്ഥിരമായിട്ടൊരു രീതിയിലൂടെ തന്നെയാണ് പോകുന്നത്. ആ രീതി തന്നെ നമ്മൾ പഠിക്കേണ്ടത്. പ്രിൻസിപ്പിൾ ഓഫ് ജനറലൈസേഷൻ ഹോൾസ് സിഗ്നിഫിക്കന്റ് ഇംപ്ലിക്കേഷൻസ് ഫോർ ഹ്യൂമൻ ലേണിംഗ്. ബിക്കോസ് ഓഫ് ജനറലൈസേഷൻ എ പേഴ്സൺ ഡസ് നോട്ട് ഹാവ് ടു കംപ്ലീറ്റ്ലി ലേൺ ഈച്ച് ഓഫ് എ ന്യൂ ടാസ്ക്. അല്ലെ, അവിടെ നമുക്കറിയാം അവർക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫ്ലോ ഉണ്ട്, അത് അവരെ നിലനിർത്തി പോകുന്നുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള പഠനം അവർക്ക് പുതിയതായിട്ട് പഠിക്കേണ്ടതില്ല, കാരണം അവർ നേരത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അല്ലെ, അതേപോലെ തന്നെ ഒരു പുതിയ ടാസ്കുകൾ വരികയാണ്, പുതിയൊരു മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്താണ്, ആ ഒരു പുതിയതിനെ കുറിച്ചിട്ട് മാത്രം നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്താൽ മതി. അല്ലെ, ആ ഒരു രീതിയും കൂടി നമ്മുടെ ഉള്ള നിലവിലുള്ള ഡ്യൂട്ടിയുടെ കൂടെ മിങ്കിൾ ചെയ്ത് നമ്മളത് ഒന്നിച്ച് ഒരേ ഫ്ലോയിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ജനറലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, സാമാന്യവൽക്കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സാധാരണ നോർമലി നമുക്ക് കുറച്ച് അവയർനെസ് ഉണ്ട്, കുറച്ച് പഠന മികവിന്റെ രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ മെഷീനോ എന്തെങ്കിലും ഉപയോഗങ്ങളോ അല്ലെങ്കിൽ കുറച്ച് കൂടി പുതിയ തന്ത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നുണ്ടാവും. ഇത്ര സ്പീഡിലൊക്കെ ചെയ്യണമെങ്കിൽ ഇന്ന തന്ത്രങ്ങൾ ഉപയോഗിച്ചാൽ മതി എന്നൊക്കെയുള്ള ഒരു നിലപാടുകൾ ഉണ്ടാവും. അത് മാത്രം നമ്മള് ബ്രെയിനെ നമ്മൾ കൊടുത്താൽ മതി, അതുകൂടി ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. It enables the members to adjust to both the overall changing condition and the specific new task. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, നമ്മുടെ ബ്രെയിൻ എന്താണ് ഓട്ടോമാറ്റിക്കലി രണ്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പുതിയ ടാസ്കുകളെ, പുതിയ മെഷീന്റെ കാര്യങ്ങളോ അങ്ങനെ അല്ലെങ്കിൽ പുതിയ മെത്തേഡുകളോ പുതിയ തന്ത്രങ്ങളോ അതൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇൻവോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. Individuals can draw on previous learning experience to adapt more easily to new learning situations. അപ്പൊ നേരത്തെ കുട്ടിയുടെ എക്സ്പീരിയൻസ് ഉള്ള പേഴ്സൺ ആണെങ്കിൽ പുതിയ അറിവുകൾ, അതിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്ന അറിവുകളാണെങ്കിൽ അവർക്കത് ക്യാച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കുമോ? ഓക്കെ, കാരണം നമുക്കറിയാം ഒരു രീതി അല്ലെ, ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ ഒരു രീതി ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ പുതിയ എന്തൊക്കെയോ സംതിങ് വരുമ്പോൾ പുതിയത് കൂടി അവർ ക്യാച്ച് ചെയ്യാനായിട്ട് നിർബന്ധിതരാകുന്നു. അവരെ ബ്രെയിൻ അത് ഇട്ടേച്ച് പോകാനായിട്ട് തയ്യാറാകുന്നില്ല, കാരണം നല്ല എന്താ പറയുക സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അന്തരീക്ഷവും നല്ല വേജസ് ഒക്കെയാണ് ആ സ്ഥാപനം അവരുടെ മാനേജ്മെന്റ് അവർക്ക് സ്പോൺസർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്പോൺസർഷിപ്പിൽ അവരെ സംതൃപ്തരാണ്. അപ്പൊ പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഇംപ്ലിമെന്റേഷൻ ഒക്കെ വരുമ്പോൾ അതിനെ സ്വീകരിക്കാനായിട്ട് അവരെ മനസ്സ് അനുവദിക്കുകയാണ്, അല്ലെ, അവരുടെ ബ്രെയിൻ അതിനെ സപ്പോർട്ട് ചെയ്യാം. Discrimination is a process whereby an organization learns to emit a response to stimuli but avoid making the same response to a similar but somewhat different stimulus. അതായത് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ആ പദത്തിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്, അല്ലെ, വിവേചനം. അല്ലെ, വിവേചനം എന്നുള്ള ഒരു പ്രവർത്തനം അവിടെ വരുമ്പോൾ അത് നമ്മൾ നേരത്തെ മാത്രം സ്റ്റിമുലൈസേഷൻ ജനറലൈസേഷൻ മാനേജ്മെന്റ് നടപ്പാക്കുമ്പോൾ അത് ഫോളോ ചെയ്യാനായിട്ട് ഒരു പക്ഷേ അവിടെയുള്ള എംപ്ലോയി തയ്യാറാവും. പക്ഷെ ഡിസ്ക്രിമിനേഷൻ വരുമ്പോൾ ചിലപ്പോൾ അവിടെയുള്ള എംപ്ലോയീസ് അതിന് തയ്യാറാവാനായിട്ടുള്ള സാധ്യത കുറവാണ്. കാരണം വിവേചനം, അല്ലെ, ഒരു വ്യക്തിയോട് അവിടെയുള്ള തൊഴിലാളികളുടെ ഇടയിൽ ഒരു വിവേചനം വരിക എന്ന് പറയുന്നത് എല്ലാവരും സ്വീകരിക്കുമോ? ഉണ്ടാവോ? ഇല്ല, അല്ലെ. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് ജനറലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ്, നമ്മുടെ ബ്രെയിൻ നമ്മൾ അതിനോട് പൊരുത്തപ്പെടാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കും. പക്ഷെ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം, ഇസ് എ പ്രോസസ് whereby an organization learns emit a response to a stimulus but avoids making the same response to a similar but somewhat different stimulus. അതായത് സംതിങ്, അല്ലെ, എന്തിനെങ്കിലും നിന്നൊക്കെ ഒരു വേർപെടുത്താനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ ചില റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിവാക്കുക, ചിലപ്പോ ചില കാര്യങ്ങൾ, അല്ലെ, പുതിയത് പഠിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല, എന്താണ് ചില കാര്യങ്ങളിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക, അല്ലെ, ചില റെസ്പോൺസിബിലിറ്റിയോ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ നിന്നൊക്കെ അവരെ വേർതിരിച്ച് കാണിക്കുക. ഡിസ്ക്രിമിനേഷൻ ഹാസ് ദ എക്സ്റ്റെൻസീവ് ആപ്ലിക്കേഷൻസ് ഇൻ ഓർഗനൈസേഷൻ ബിഹേവിയർ. ഇതൊരു തരം ബിഹേവിയർ ആണ്. നമുക്കറിയാം ചില നന്നായിട്ട് വർക്ക് ചെയ്യാത്തവരോടൊക്കെ ഒരു ചെറിയ വിവേചനം കാണിക്കും, അല്ലെ. അങ്ങനെ വരുമ്പോൾ എന്താണ് അവർ പതിയെ ബാക്കോട്ട് പോയിട്ട് അവിടെ നിന്ന് എന്താണ്, അല്ലെ, റിജക്ട് ചെയ്യാതെ പോകാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാക്കുകയാണ്, അല്ലെ. ഫോർ എക്സാമ്പിൾ, എ സൂപ്പർവൈസർ ക്യാൻ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ടു ഈക്വലി ഹൈ പ്രൊഡ്യൂസിംഗ് വർക്കേഴ്സ്, വൺ വിത്ത് ലോ ക്വാളിറ്റി ആൻഡ് അതർ വിത്ത് ഹൈ ക്വാളിറ്റി. അതായത് ഒരു സൂപ്പർവൈസർ, ഒരു എക്സാമ്പിൾ സഹിതം പറയുന്നുണ്ട്, ഒരു സൂപ്പർവൈസർ ഒരു അല്ലെ മേലധികാരി അദ്ദേഹത്തിന് കീഴിൽ വർക്ക് ചെയ്യുന്നവരുടെ
എന്താണ് ഡിസ്ക്രിമിനേറ്റ് വിവേചനം കാണിക്കുക എന്ന് വെച്ച് പറയുമ്പോൾ അവിടെ എന്താണ് ഒരു നന്നായിട്ട് വർക്ക് അല്ലെ ക്വാളിറ്റിയോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അതായത് അദ്ദേഹത്തിന് നല്ല പ്രൊഡക്ഷൻ ഒക്കെ ആയിരിക്കും അല്ലെ മാക്സിമം നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള പ്രൊഡക്ഷൻ ആയിരിക്കും അദ്ദേഹം ഉത്പാദിപ്പിക്കുന്നത്. പക്ഷെ അനദർ എംപ്ലോയി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി അല്ലെ അദ്ദേഹം നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ ഒരുപക്ഷെ അവരെ ആ വേർതിരിവ് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കാണിക്കുന്നത്. അങ്ങനെ വേർതിരിച്ച് കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ നിന്ന് വിട്ടുപോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. ഒരു തന്ത്രം തന്നെയാണ് മാനേജ്മെന്റിന്റെ ഒരു തന്ത്രം തന്നെയാണ്. കാരണം അവിടെ നിന്ന് അല്ലെ നല്ലവരെ നിലനിർത്താൻ വേണ്ടിയിട്ടും ചീത്തവരെ പറഞ്ഞ് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരു തന്ത്രം തന്നെയാണ് അവിടെ ഡിസ്ക്രിമിനേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ബ്രെയിൻ അവിടേക്ക് അല്ലെ വീണ്ടും സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് തയ്യാറാവാത്ത ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഇതെല്ലാം എന്താണ് ബ്രെയിനിലൂടെ ആ ഒരു ബിഹേവിയർ ചേഞ്ച് വരുത്തിയിട്ട് അവരെ കൊണ്ട് അല്ലെ സ്വന്തം നമുക്കറിയാം വോളണ്ടറി റിട്ടയർമെന്റ്സ് ഒക്കെ എടുക്കുന്നത് സമയത്തേ അവര് വിരമിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം റെസ്പോൺസസ്. ഓക്കെ, റെസ്പോൺസസ് എന്ന് പറയുമ്പോൾ നമ്മളപ്പോ ഒന്ന് രണ്ട് പോയിന്റ് കണ്ടു അല്ലെ. ഡ്രൈവ് ക്യൂസ്റ്റിമുലിയാണ് നമ്മൾ കണ്ടത്. ഡ്രൈവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ അല്ലെ നമ്മളെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിക്കുകയാണ്. ക്യൂസ്റ്റിമുലി എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് വരികയാണ്, പാരിസ്ഥിതിക ഘടകങ്ങൾ. അതായത് മാനേജ്മെന്റ് എന്താണ് വ്യത്യസ്ത തരത്തിലുള്ള നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാനേജ്മെന്റിന്റെ ആവശ്യകതകളിലേക്ക് വരികയാണ്. ജനറലൈസേഷനും ഡിസ്ക്രിമിനേഷനും ഒക്കെ വരികയാണ്. then ഇവിടെ കൊണ്ട് റെസ്പോൺസിലേക്ക് വരികയാണ്. എന്താണ് റെസ്പോൺസ് എന്ന് പറയാം? ദ സ്റ്റിമുലസ് ലീഡ്സ് ടു റെസ്പോൺസ്. എന്താണ് നമ്മളെ കൊണ്ട് പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? നമ്മൾ നേരത്തെ കണ്ടു നമ്മുടെ ഉത്തേജക ഘടകങ്ങളാണ് അല്ലെ. ദ സ്റ്റിമുലസ് എന്ന് പറഞ്ഞ ഉത്തേജക ഘടകങ്ങൾ. നമുക്ക് എന്താണ് ഫിനാൻസ് വേണം, നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് അല്ലെ എന്താണ് മറ്റുള്ളവരുടെ ഇടയിൽ സോഷ്യലിന്റെ ഇടയിൽ നല്ല ഡിഗ്നിറ്റി വേണം അല്ലെ. അങ്ങനെയുള്ള ഉത്തേജക ഘടകം കൊണ്ടാണ് നമ്മളെ കൊണ്ട് പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നത് അല്ലേ. അങ്ങനെയല്ലേ കഴിഞ്ഞ നേരത്തെ പറഞ്ഞത് ഞാൻ? അതെ അല്ലെ. അപ്പൊ ഓക്കെ, അപ്പൊ അത് തന്നെയാണ് അവിടെ പറയുന്നത്. റെസ്പോൺസ് എന്ന് പറയുമ്പോൾ അല്ലെ നമ്മുടെ റിഫ്ലക്ഷൻ അല്ലെ നമ്മളെ കൊണ്ട് ഡ്യൂട്ടി ചെയ്യിപ്പിക്കാനുള്ള കാരണം സ്റ്റിമുലസ് ലീഡ്സ് ടു എ റെസ്പോൺസ്. ഈ ഒരു വീട് ഈ ഒരു സെന്റൻസ് ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. ഡാഷ് ലീഡ്സ് ടു എ റെസ്പോൺസ് അല്ലെ. ദ സ്റ്റിമുലസ് എന്ന് വെച്ചാൽ ഉത്തേജക ഘടകങ്ങളാണ് നമ്മളെ കൊണ്ട് പ്രവൃത്തി ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. റെസ്പോൺസ് ക്യാൻ ബി ഫിസിക്കൽ ഫോം ഓർ ഇൻ ടേംസ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ്, then familiarity, then perception or other complex phenomena. അതായത് നമ്മൾ നേരത്തെ കണ്ടു നമ്മുടെ മൈൻഡിലേക്ക് അല്ലെ നമ്മളെ കൊണ്ട് ശാരീരികമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രേരണ നൽകുന്ന ഒരു മനോഭാവം നൽകുന്ന അല്ലെങ്കിൽ അതിനോട് അടുപ്പം കാണിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടൊരു നല്ല ധാരണ ഉള്ളത് കൊണ്ടാണ് ആ ഒരു സാമ്പത്തിക നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പ്രേരിതരാകുന്നത് അല്ലേ. ശരിയല്ലേ? ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രേരിതരാകുന്നതിന് അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് വരണം. ഇന്ന നമുക്ക് സാലറി വേണം, അല്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അന്തരീക്ഷം, നമ്മുടെ ലോയൽറ്റി നിലനിർത്തുന്നതാണ്, നമുക്ക് മെമ്പർഷിപ്പ് തരുന്നുണ്ട്, ഡിസിഷൻ എടുക്കാനുള്ള പവർ തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടി അടുപ്പത്തോട് കൂടിയിട്ട് നല്ല ധാരണയോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പ്രേരിതരാകുന്നു അല്ലെ. അല്ലെങ്കിൽ ഇത്രയും സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെ പ്രതിഭാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടി കോംപ്ലക്സ് ഫിനോമിന അല്ലെ അങ്ങനത്തെ ഒരു സങ്കീർണ പ്രതിഭാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ അവിടെ പ്രതികരിക്കുകയാണ്. എന്തെങ്കിലും പുതിയ ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടു പുതിയതായിട്ടുള്ള ന്യൂ ഐഡിയാസ് വരുമ്പോൾ അവിടെ നിലവിലുള്ള ഡ്യൂട്ടിയോടൊപ്പം തന്നെ പുതിയ വെല്ലുവിളികളെ കൂടി അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയാണ് അല്ലെ. റെസ്പോണ്ട് ചെയ്യാനായിട്ട് അവർ നിർബന്ധിതരാണ്. കാരണം നല്ല പാക്കേജസ് അവർ തരുന്നുണ്ട്, നല്ല സാലറി തരുന്നുണ്ട്, നമുക്ക് നല്ലൊരു പരിഗണന തരുന്നുണ്ട് അല്ലെ. അതേമാതിരി തന്നെ സമൂഹത്തിൽ നമുക്ക് നല്ലൊരു ജോലി എന്നുള്ള ഒരു രീതിയും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ നമ്മൾ പ്രതികരിക്കാനായിട്ട് അതിനോട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് ശ്രമിക്കുന്നു. In the above example, the supervisor discriminate between the worker producing low quality products and the worker producing high quality products and positively respond only to the quality conscious workers. അതായത് നമുക്കറിയാം പോസിറ്റീവായിട്ട് എടുക്കുന്നത് അല്ലെ. അവിടെ നമ്മൾ നേരത്തെ കണ്ടു വിവേചനം എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടപ്പെടില്ല എന്ന് നിങ്ങളെല്ലാവരും അല്ലെ നമ്മളെല്ലാവരും തന്നെ ഒരേപോലെ തന്നെ സപ്പോർട്ട് ചെയ്തു അല്ലേ. അതെ, കാരണം വിവേചനം എന്ന് പറയുന്നത് അവിടെ ഒരാളെ മാത്രമാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ മാനേജ്മെന്റ് പരിഗണിക്കുന്നുള്ളൂ അല്ലെ. മറ്റൊരാളെ റിജക്ട് ചെയ്യാനായിട്ടുള്ള ഒരു തന്ത്രമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അത് തന്നെയാണ് അവിടെ പറയുന്നത്. റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ പോസിറ്റീവ് മൈൻഡിനോട് കൂടിയിട്ട്
പ്രതികരിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ്, അതർവൈസ് അല്ലെങ്കിൽ എന്താണ് പ്രതികരണം വരുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള കോമ്പൻസേഷനോ സാലറിയോ അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിത്തോ ഒന്നും അവിടുന്ന് തരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ്ലി ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും അവിടെ കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? റെസ്പോൺസ് എന്താന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. റീഇൻഫോഴ്സ്മെന്റ്. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് നോക്കാം. റീഇൻഫോഴ്സ്മെന്റ് ഇസ് എ കീ എലമെന്റ് ഓഫ് ലേണിംഗ്. Without a reinforcement, no measurable modification of a behavior takes place. അതായത് നമുക്കറിയാം, ഒരു ബലപ്പെടുത്തണം അല്ലെ. നമ്മള് ചില കാര്യങ്ങളൊക്കെ നിലയുറപ്പിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നേടിയെടുത്ത് പഠിച്ചേക്കാനൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. പഠിച്ച കാര്യങ്ങളൊക്കെ ചിലതൊക്കെ എന്താണ് മോശമുള്ളതൊക്കെ നമ്മൾ റിജക്ട് ചെയ്യണം, ചിലതിനൊക്കെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകേണ്ടതുണ്ട് അല്ലെ, ബലപ്പെടുത്തി കൊണ്ടുപോകണം. നോക്കുക, ഇതിൽ പറയുന്നത് എന്താണ്? റീഇൻഫോഴ്സ്മെന്റ് ഈസ് എ കീ എലമെന്റ് ഓഫ് ലേണിംഗ്. പഠനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട എലമെന്റ് ആണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ശക്തിപ്പെടുത്തുക എന്നുള്ളത്. നല്ലതാണെങ്കിൽ നല്ലതിനെ ബലപ്പെടുത്തി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. നല്ല നല്ല ടൈം ടേബിളും കാര്യങ്ങളൊക്കെ അത് നിലനിർത്തി കൊണ്ടുപോകണമെന്ന് പറയും. കാരണം എന്തുകൊണ്ടാ? അത് നല്ലതാണ് അല്ലെ, റിസൾട്ട് നല്ലതായിരിക്കും. Then without a reinforcement, no measurable modification of a behavior takes place. ഇങ്ങനെ റീഇൻഫോഴ്സ്മെന്റ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ എന്താണ് നല്ല ബിഹേവിയർ അളക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ലാതെ വരും. കാരണം ശക്തിപ്പെടുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ ഇംപ്രൂവ് ചെയ്താലേ, ശക്തിപ്പെടുത്തി വളർത്തിക്കൊണ്ട് വന്നാൽ മാത്രമാണ് നമുക്ക് റിസൾട്ടിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. Reinforcement can be described as environmental occurrence that affect the probability of occurrence of responses with which they are associated. അപ്പൊ എല്ലായ്പ്പോഴും അല്ലെ നമ്മള് സാധ്യതകൾ ഉണ്ടെങ്കിൽ സാധ്യമായിട്ടുള്ള നല്ല വശങ്ങളുണ്ട്. അതാണെങ്കിൽ affect the probability of occurrence of a response. അതായത് നമ്മളെപ്പോഴും നേരത്തെ പറഞ്ഞു, പുതിയ സംഭവങ്ങളൊക്കെ വരുമ്പോൾ അത് നമ്മൾ ക്യാച്ച് ചെയ്തിട്ട് അതിനെ നിലനിർത്താനായിട്ട് അല്ലെ, പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള സംസ്കാര രീതികളോ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലുള്ള ആ ഒരു ജോലി രീതി തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്യാച്ച് ചെയ്തിട്ട് അത് ശക്തിപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. വേണ്ടേ? വേണം അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെ. അങ്ങനെ ബലപ്പെടുത്തി കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് എന്താ പറയുക, അവിടെയുള്ള എംപ്ലോയീസിനെ കൊണ്ട് അവർക്ക് ഗുണകരമായിട്ടുള്ള കാര്യം ചെയ്തു കൊടുക്കാൻ സാധിക്കുള്ളൂ അല്ലെ. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ റെഫ്യൂസ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. നല്ലതിനെ നമ്മൾ എന്തായാലും ശക്തിപ്പെടുത്തി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. റീഇൻഫോഴ്സ്മെന്റ് can be described as environmental occurrence that affect the probability of occurrence of a response with which they are associated. എന്തായാലും പ്രതികരണങ്ങൾ, എന്തായാലും സാധ്യതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് ബലപ്പെടുത്തി കൊണ്ടുപോകേണ്ടതുണ്ട്. അത് നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോബബിലിറ്റി അല്ലെ, നമുക്കൊരു സാധ്യതമായ കാര്യങ്ങളൊക്കെ ഘടകങ്ങളൊക്കെ അതിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ബലപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. നെക്സ്റ്റ് ഒരു പോയിന്റും കൂടി ഉള്ളൂ, റിട്ടൻഷൻ. എന്താണ്? നിലനിർത്തി കൊണ്ടുപോകാം അല്ലെ. നമ്മൾ ബലപ്പെടുത്തുക മാത്രമല്ല നല്ല രീതിയിൽ നിലനിർത്തണം. ചിലപ്പോൾ വേണമെങ്കിൽ ട്രെയിനിങ് ഒക്കെ കിട്ടി അപ്പം മാത്രം റിസൾട്ട് കാണിച്ചു വെച്ചിട്ട് പിന്നെ പഴയ പടിയിലേക്ക് പോകുക എന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണോ? ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് പുതിയൊരു മെഷീനൊക്കെ കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ അവിടെയുള്ള എംപ്ലോയീസ് ആഗ്രഹം മനസ്സിലാക്കി ഇങ്ങനെയുള്ള ടെക്നിക്സ് ഒക്കെ നമ്മൾ പഠിച്ചെടുക്കണം, അങ്ങനെയൊക്കെ കൊണ്ടുപോകണമെന്ന് മനസ്സിലാക്കി അതിനോടൊപ്പം തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു. then എന്താണ് ഇടയ്ക്ക് വെച്ചിട്ടത് വേണ്ടാന്ന് വെക്കേണ്ടത് ശരിയല്ലല്ലോ, അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം അല്ലെ. റിട്ടൻഷൻ എന്താണ് അവിടെ പറയുന്നത്? കൺസിസ്റ്റൻസി ഓഫ് ലേണിംഗ് ബിഹേവിയർ ഓവർ ടൈം ഇസ് ഡിഫൈൻഡ് ആസ് റിട്ടൻഷൻ ആൻഡ് ദ converse is a forgetting. Some of the learning is retained over a period of time while other may be forgotten. അതായത് നമ്മൾ എന്താണ് സമയത്തിന് നമ്മൾ പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ശക്തിപ്പെടുത്തി നിലനിർത്താനായിട്ട് അല്ലെ. റിട്ടൻഷൻ എന്ന് പറയുമ്പോൾ നിലനിർത്തുക, അതെല്ലാം നിലനിർത്തി തന്നെ കൊണ്ടുപോകണം. അതാണ് വീണ്ടും അടുത്തൊരു സെന്റൻസ് ആയിട്ട് പറയുന്നത്. സം ഓഫ് ദ ലേണിംഗ് ഈസ് റിറ്റെയിൻഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഓരോ സമയത്ത് ചില ലേണിംഗ് ഒക്കെ, ചില പഠനങ്ങളൊക്കെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകണം. വൈൽ അതേഴ്സ് മേ ബി ഫോർഗോട്ടൻ അല്ലെ. നേരത്തെ പരമ്പരാഗതമായി നേടിയ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ അതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടതാണെങ്കിൽ അതൊക്കെ ഫോർഗോട്ടൻ, അതൊക്കെ മറന്നു കളയണം. അപ്പൊ പഠനം എന്നുള്ള ഒരു ഘട്ടമാണ് നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെ, ക്ലിയർ ആയോ? റിട്ടൻഷൻ എന്താന്നുള്ളത് ജസ്റ്റ് വായിച്ചു നോക്കാം. കാരണം പല പല ഇതുകൾ കൂടി ഒന്നിച്ചാണ് നിങ്ങൾ പഠിച്ചത്. എന്തായാലും ഒന്ന് വായിച്ചു നോക്കാം. എവിടെയെങ്കിലൊക്കെ പോയിന്റ്സ് ഒക്കെ വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കാം. ഈ ഒരു ആശയം എന്തായാലും ഇങ്ങനെ തന്നെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? ആശയം ഇങ്ങനെ തന്നെ നമ്മുടെ ബ്രെയിൻ ആവശ്യപ്പെടുന്ന അനുസരിച്ചിരുന്നൊക്കെയുള്ള ഡ്രൈവും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? ഓക്കെ,
അല്ലാതെ നമ്മള് സ്റ്റിമുലി ഡ്രൈവ് എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ല. ആ ഒരു മൈൻഡിലേക്ക് കൊണ്ടുവരാം. ഇങ്ങനെയൊക്കെ നോട്ട് ചെയ്ത് പോകാനുണ്ടെങ്കിൽ ഇതിൽ തന്നെ എടുക്കാം. technical issues. Okay, hello. ഇവിടെ നെറ്റ് ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ഡേ ക്ലാസ് ഉണ്ടാവും. താങ്ക് യു.